തിരുനാമം പാടിടുവാൻ, തിരുവചനം ധ്യാനിക്കുവാൻ, തിരുനാമം പാടിടുവാൻ, തിരുവചനം ധ്യാനിക്കുവാൻ. ശാശ്വത ശാന്തി അയക്കേണമേ ഈ ശിഷ്യരാം നിൻ ദാസരിന്മേൽ. ശാശ്വത ശാന്തി അയക്കേണമേ ഈ ശിഷ്യരാം നിൻ ദാസരിന്മേൽ. ഉണർവിൻ വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുസവിധേ. നാഥാ നിന്റെ വൻകൃപകൾ ഞങ്ങൾ കരുളുവാനുഗ്രഹിക്കൂ. നാഥാ നിന്റെ വൻകൃപകൾ ഞങ്ങൾ കരുളുവാനുഗ്രഹിക്കൂ. 65-ാമത്തെ ഗീതം 65. സർവസ്വവും ദൈവത്തിൻ ദാനമെന്നോർത്തിടും ഞാൻ. ഞാനും കുടുംബവും സേവിച്ചിടും ഞാനെന്ന ദൈവത്തെ എന്നുമെന്നും. എൻ ഗേഹം ദൈവത്തിൻ വാസസ്ഥലം, ആരാധിച്ചിടുമാ ധന്യനാമം. എൻ ഗേഹം ദൈവത്തിൻ വാസസ്ഥലം, ആരാധിച്ചിടുമാ ധന്യനാമം. അർപ്പിച്ചിടും എൻ സമസ്തവും സ്തോത്രത്തിൻ യാഗങ്ങളാൽ. അർപ്പിച്ചിടും എൻ സമസ്തവും സ്തോത്രത്തിൻ യാഗങ്ങളാൽ. ഞാനും എനിക്കുള്ള സർവസ്വവും ദൈവത്തിൻ ദാനമെന്നോർത്തിടും ഞാൻ. ഞാനും കുടുംബവും സേവിച്ചിടും ഞാനെന്ന ദൈവത്തെ എന്നുമെന്നും. സന്തോഷ സന്താപ വേളകളിൽ ഒന്നായണയും തൻ സന്നിധിയിൽ. സന്തോഷ സന്താപ വേളകളിൽ ഒന്നായണയും തൻ സന്നിധിയിൽ. സ്നേഹിച്ചിടും ക്ഷമിച്ചിടും കരുതിയിടും തമ്മിൽ തമ്മിൽ. സ്നേഹിച്ചിടും ക്ഷമിച്ചിടും കരുതിയിടും തമ്മിൽ തമ്മിൽ. ഞാനും എനിക്കുള്ള സർവസ്വവും ദൈവത്തിൻ ദാനമെന്നോർത്തിടും ഞാൻ. ഞാനും കുടുംബവും സേവിച്ചിടും ഞാനെന്ന ദൈവത്തെ എന്നുമെന്നും. നാഥനെനിക്കേകും ദാനമെല്ലാം സ്നേഹത്തിലേവർക്കും പങ്കുവയ്ക്കും. നാഥനെനിക്കേകും ദാനമെല്ലാം സ്നേഹത്തിലേവർക്കും പങ്കുവയ്ക്കും. ദുഃഖിതർക്കും
ഇഷ്ടം ആരാഞ്ഞറിഞ്ഞു ഞാൻ ജീവിച്ചിടും. എന്നിൽ നീ ഉത്തമം ദൈവ ഇഷ്ടം ആരാഞ്ഞറിഞ്ഞു ഞാൻ ജീവിച്ചിടും. സത്യധർമ്മ നീതിമാർഗം നിത്യവും പിന്തുടരും. സത്യധർമ്മ നീതിമാർഗം നിത്യവും പിന്തുടരും. ഞാനും എനിക്കുള്ള സർവസ്വവും ദൈവത്തിൻ ദാനമെന്നോർത്തിടും ഞാൻ. ഞാനും കുടുംബവും സേവിച്ചിടും. ഞാനെന്ന ദൈവത്തെ എന്നുമെന്നും. അടുത്തതായി 67-ാമത്തെ ഗീതം 67 67. നിത്യവും നിന്നാമം പാടി വാഴ്ത്തും. നിത്യമാകും രാജ്യഭൂമുവാൻ. നിത്യസ്നേഹത്തെ മറന്നിടാതെന്നും ക്രൂശിതന്റെ സാക്ഷിയായിടും. നിത്യസ്നേഹത്തെ മറന്നിടാതെന്നും ക്രൂശിതന്റെ സാക്ഷിയായിടും. പാർത്തിടും വരെ താങ്ങി നടത്തിയിടും കരങ്ങളിൽ ഏറെ സുരക്ഷിതം നമ്മൾ. കാൽവരിയിൽ സ്നേഹമോർത്തിടും സ്നേഹമോർത്തിടും ഭാവമെന്നിലേറിടും. നന്ദിയോടെന്നും ജീവിച്ചിടുവാൻ
ഈ സന്ധ്യയെങ്കിലെ ശുശ്രൂഷയിൽ ചേർന്ന് വന്നിരിക്കുന്ന ഏവരെയും നേതൃത്വം നൽകുന്നവരെയും സ്വാഗതം ചെയ്യുവാനായിട്ട് ഇടവക സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രസാദ് മാത്യു സാറിനെ ക്ഷണിക്കും. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ജെയ്ക്ക് വർഗീസച്ചൻ, ഈ റിട്രീറ്റ് ലീഡ് ചെയ്യുന്ന ട്രാൻസ്ഫോം ഫോർ ലൈഫ് ഡയറക്ടർ ഡോക്ടർ സണ്ണി ഫിലിപ്പ്, അദ്ദേഹത്തോടൊപ്പം വന്നു ചേർന്നിരിക്കുന്ന ട്രാൻസ്ഫോം ഫോർ ലൈഫ് കോർഡിനേറ്റർ ശ്രീ തോമസ് കുരുവിള, ഗാനങ്ങൾ ആലപിക്കുന്ന കൊയർ, സന്നിഹിതരായിരിക്കുന്ന ദൈവജനമേ, ഏവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനം. കോവിഡ് മഹാമാരി മൂലം കഴിഞ്ഞ വർഷങ്ങളിൽ ഇതുപോലുള്ള പ്രോഗ്രാമുകൾക്ക് ഫിസിക്കലായി പള്ളിയിൽ ഒത്തുകൂടുവാൻ നമുക്ക് കഴിഞ്ഞില്ല. ആ സ്ഥിതി മാറി വീണ്ടും ഒത്തുകൂടുവാൻ സാഹചര്യം ലഭിച്ചതോർത്ത് ദൈവത്തിന് സ്തുതിസ്തോത്രം അർപ്പിച്ചുകൊണ്ട് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഏവർക്കും സ്വാഗതമേതുക എന്ന എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. കോവിഡ് മൂലം മുടങ്ങിപ്പോയ ഇടവകയുടെ പ്രോഗ്രാമുകൾ എല്ലാം സമയാസമയങ്ങളിൽ ക്രമീകരിക്കുവാൻ ബഹുമാനപ്പെട്ട ജെയ്ക്ക് വർഗീസച്ചൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നതിൻ്റെ ഫലമാണ് അനുയോജ്യരായ വ്യക്തികളെ കണ്ടെത്തി ഈ പ്രോഗ്രാം ക്രമീകരിക്കുവാൻ അച്ഛന് സാധിച്ചത്. അച്ഛൻ്റെ താല്പര്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും അച്ഛനെ ഈ റിട്രീറ്റിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഇന്ത്യക്ക് അകത്തും പുറത്തും റിലേഷൻഷിപ്പ് കൗൺസിലിംഗ്, കോൺഫ്ലിക്റ്റ് മാനേജ്മെൻറ്റ് തുടങ്ങിയ മേഖലകളിൽ പ്രശസ്തമായ രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ട്രാൻസ്ഫോം ഫോർ ലൈഫ് ഡയറക്ടർ ഡോക്ടർ സണ്ണി ഫിലിപ്പാണ് ഈ റിട്രീറ്റ് ലീഡ് ചെയ്യുന്നത്. ഡോക്ടർ സണ്ണി ഫിലിപ്പ് ഈസ് മെമ്പർ ഓഫ് ബദേൽ മാർത്തോമ ചർച്ച് കല്ലുപ്പാറ. ആഫ്റ്റർ ഹിസ് ഗ്രാജുവേഷൻ served in North India in connection with OM in 70s mission work started with Operation Mobilization. Moved to Australia for higher education and PhD. Worked as a bank employee. He served as an officer's trainer for the bank. Married to Mrs. Dr. Katharina, a medical doctor. 3 children, they are settled in Australia. Both of them worked at CMC Vellore as missionaries. Dr. Sunny worked as chaplain and Dr. Katharina served as CMDC for around 10 years. Then back to Australia, served as resource person for various training programs. In connection with churches, especially with the connection with Marthoma Church, started the ministry Transform Life 10 years ago to help people around the world. Dr. Sunny is human relations specialist. After the post-graduation, Sunny lectured at the Manager Training Institute in Australia, training bank staff into managerial levels. For the doctoral thesis, Sunny researched the topic of burnout in medical doctors. He is trained in leadership, conflict management, relationship counseling, and strategies for trauma awareness and resilience. ഇത്ര വലിയൊരു വേഴ്സിനെ ഈ റിട്രീറ്റ് റീഡ് ചെയ്യാൻ കിട്ടിയതിൽ നമുക്ക് ഏവർക്ക് വലിയ സന്തോഷമുണ്ട്. അദ്ദേഹത്തെ ഏറ്റവും സ്നേഹാദരവത്തോടെ ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തോടൊപ്പം എത്തിയിരിക്കുന്ന മിസ്റ്റർ ജിബി തോമസ് കുരുവിള, കോർഡിനേറ്റർ ഓഫ് ദിസ് മിനിസ്ട്രി, ഹോം പാരിഷ് തുരുത്തിക്കാട് MDC, now staying in Kottayam with wife Heera and son Nathaniel. After degree, started full-time ministry. In between, did his theological studies, BD. Over the years, involved in mission work in Malabar and North India. Also have been doing youth ministry. As a family, stayed in Jammu and then Hyderabad before moving to Kottayam 2 years ago. ശ്രീ ജിബി തോമസ് കുരുവിളയെയും ഈ മീറ്റിങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സഹോദരായി ബഹുമാനപ്പെട്ട അഖിലേഷ് അച്ഛനെ ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
ശ്രുതിമധുരങ്ങളായ ഗാനങ്ങൾ ആലപിക്കുന്ന കൊയർ മെമ്പേഴ്സിനെ ഈ റിട്രീറ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സമയം വേർതിരിച്ച് താല്പര്യത്തോടെ ഈ റിട്രീറ്റിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരെയും ഏറ്റവും ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തട്ടെ. ബഹുമാനപ്പെട്ട അഖിലേഷ് സക്രിയാച്ചൻ, ബഹുമാനപ്പെട്ട വർഗീസ് മീശോ അച്ഛൻ, ഈ 2 ദിവസങ്ങളിൽ സന്ധ്യയിലും ഞായറാഴ്ച ആരാധന മധ്യയുമുള്ള ധ്യാനങ്ങൾക്കും പഠനത്തിനും ചിന്തകൾക്കും നേതൃത്വം നൽകുന്ന ഡോക്ടർ സണ്ണി ഫിലിപ്പ്, പ്രിയപ്പെട്ട GB തോമസ് കുരുവിള, കർത്താവിൽ വാത്സല്യമുള്ള ദൈവജനമേ, ഒക്ടോബർ മാസം 4-ാം ഞായറാഴ്ച സഭയായി ക്രിസ്തീയ കുടുംബ പ്രതിഷ്ഠാ ദിനമായി നാം ഓർക്കുകയും കൊണ്ടാടുകയും ചെയ്തു. നാം എല്ലാവരും ദൈവസന്നിധിയിൽ ഒരുമിച്ച് ചേർന്ന് വന്ന് ആരാധനയിൽ പങ്കുചേർന്നു, വിശുദ്ധ കുർബാനയിൽ പങ്കാളികളായി, നമ്മുടെ ജീവിതത്തിൽ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന നിയോഗത്തിൽ ഒരു പുനഃപ്രതിഷ്ഠ ഉണ്ടാകുവാനിടയായി. വീണ്ടും നാം നമ്മുടെ ജീവിതയാത്ര തുടരുകയാണ്. കുടുംബം ദൈവം നൽകിയിരിക്കുന്ന ഒരു വലിയ ഗിഫ്റ്റാണല്ലോ. അത് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന അനുഗ്രഹമാണ്, പദവിയാണ്, ഉത്തരവാദിത്വമാണ്. ആ വലിയ പദവിയിൽ, ഉത്തരവാദിത്വത്തിൽ നാം സ്വർഗത്തിലെ ദൈവത്തോടൊപ്പം അനുഗ്രഹീതരായി ഫലകരമായി ഈ ലോകത്തിൽ നിലനിൽപ്പാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ആ ദൗത്യം നാം ഈ നാളുകളിൽ നിർവഹിക്കുമ്പോൾ സന്തോഷങ്ങളുണ്ട്, സന്താപങ്ങളുണ്ട്, ജയങ്ങളുണ്ട്, പരാജയങ്ങളുണ്ട്. ഇതെല്ലാം വ്യക്തിജീവിതത്തിൻ്റെയും കുടുംബജീവിതത്തിൻ്റെയും അനുഭവങ്ങളാണ്. ഈ നാളുകൾ നമ്മുടെ മുൻപിൽ വലിയ വെല്ലുവിളികളാണ് ഉയർത്തുന്നത്. പ്രത്യേകിച്ച് കുടുംബം ഫേസ് ചെയ്യുന്ന ഒട്ടനവധി ചലഞ്ചസ്, അതൊക്കെ പലപ്പോഴും ഫേസ് ചെയ്യുവാൻ നാം എക്യുപ്ഡ് അല്ല എന്നുള്ള യാഥാർത്ഥ്യം പലപ്പോഴും നാം തിരിച്ചറിയാറുണ്ട്. കുടുംബ ബന്ധങ്ങളിൽ അകൽച്ചയും പ്രയാസങ്ങളും ഒക്കെ നേരിടുന്ന അനേകർ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നാം ഓർക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലും കുടുംബജീവിതത്തിലും വ്യത്യസ്തങ്ങളാകുന്ന അനുഭവങ്ങളുണ്ടല്ലോ. എല്ലാം സന്തുഷ്ടമായി സന്തോഷകരമായി ഇരിക്കണം എന്ന് നാം ആഗ്രഹിക്കുമ്പോഴും അത് സാധിക്കാത്ത അനുഭവങ്ങളുണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരു അറിവും തിരിച്ചറിവും അങ്ങനെയുള്ള അനുഭവങ്ങളുടെ മധ്യേ ദൈവകൃപയിൽ ആശ്രയിച്ച് എങ്ങനെ മുന്നോട്ട് പോകാം എന്ന് നാം മനസ്സിലാക്കേണ്ടതും ആവശ്യമത്രേ. ഈ 2-3 ദിവസത്തെ നമ്മുടെ ഒരുമിച്ചുള്ള പഠനങ്ങളും ധ്യാനങ്ങളുമൊക്കെ അങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഡോക്ടർ സണ്ണി ഫിലിപ്പിനെ നമുക്ക് ലഭിച്ചതിലുള്ള സന്തോഷം ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. പ്രിയപ്പെട്ട സാറിനെ ഇവിടെ പരിചയപ്പെടുത്തി. അദ്ദേഹം 1990 മുതൽ 2000 വരെ വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ ഇരുവരും, സാറും സാറിൻ്റെ സഹധർമ്മിണി ഡോക്ടർ കത്രീനയും ഒരുമിച്ച് മിഷണറിമാരായിട്ട് അവിടെ പ്രവർത്തിച്ചിരുന്നു എന്ന് പ്രിയപ്പെട്ട GB പറഞ്ഞപ്പോൾ ഞാൻ 1993 സെമിനാരിൽ പഠിക്കുന്ന സമയത്ത് 3 മാസം വെല്ലൂർ CMCയിലെ ചാപ്ലൻസിയിൽ പ്രാക്ടിക്കൽ വർക്കിനുണ്ടായിരുന്ന ആളാണ്. അപ്പോൾ അന്ന് ഈ പേര് ഞാൻ കേട്ടത് ഓർക്കുന്നു. പക്ഷേങ്കിൽ എനിക്ക് അന്ന് 20 വർഷങ്ങൾക്ക് ശേഷം അന്ന് കണ്ട ഒരു മുഖപരിചയം എനിക്കിപ്പോൾ ഓർത്തെടുക്കാൻ സാധിക്കുന്നില്ല. അത്രയ്ക്ക് മാറ്റങ്ങളുണ്ടായിട്ടുണ്ട്. എന്നാൽ ഞാൻ ഓർക്കുന്നു, ചാപ്ലൻസിയിൽ പ്രത്യേകിച്ച് അവിടുത്തെ ചാപ്പലിലെ സർവീസിനൊക്കെ ലീഡ് ചെയ്യുന്ന ചാപ്ലൈൻസ് ആയിട്ടുള്ളവരെ അവരുടെ കൂടെ നിന്ന് ശുശ്രൂഷയിൽ ഭാഗമാകാനായിട്ടൊക്കെ അവസരം ലഭിച്ചത് ഓർക്കുന്നു. അപ്പോൾ ആ ഒരു ഓർമ്മ എനിക്ക് ഒന്ന് പുതുക്കുന്നതിനിടയാകുന്നു. കഴിഞ്ഞ 2 ആഴ്ച മുൻപേ അച്ഛന്മാരുടെ മീറ്റിംഗ് നടന്ന സമയത്ത് ഞാൻ ചോദിച്ചു, പലരോടും ഷെയർ ചെയ്തു, ആരാണ് റിട്രീറ്റിനൊക്കെ നേതൃത്വം നൽകുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്, ഇളംകുളം പള്ളിയിലും പലാരിവട്ടം പള്ളിയിലും പ്രിയപ്പെട്ട സണ്ണി സാറിൻ്റെ നേതൃത്വത്തിൽ നടന്ന റിട്രീറ്റിനെ കുറിച്ചൊക്കെ. നാളെയും പാലാരിവട്ടം ഇടവകയിൽ ഒരു ഫുൾ ഡേ റിട്രീറ്റ് ക്രമീകരിച്ചിട്ടുണ്ട് ഫാമിലീസിന് വേണ്ടി. അപ്പോൾ അങ്ങനെയാണ് സാറിനെ കണക്ട് ചെയ്യാനിടയായത്. അതുമാത്രമല്ല, നമ്മുടെ ഇടവകയിലെ
പ്രിയപ്പെട്ട ലില്ലി ആൻറ്റിയുടെ മകൻ ഡോക്ടർ കുരുവിള ജോർജ് ഇവിടെ വന്ന സമയത്ത് ഇങ്ങനെയൊരു മിനിസ്ട്രിയെക്കുറിച്ച് പറയുകയുണ്ടായി. നമ്മുടെ ഫാമിലീസിന് ഹെൽപ്ഫുള്ളായി ഈ മിനിസ്ട്രി പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഈ വർഷം പ്രിയപ്പെട്ട സാറിനെ തന്നെ ക്ഷണിക്കാമെന്ന് ആഗ്രഹിച്ചു. എന്നാൽ ഈ ആഴ്ചയിലാണ് ഈ ഒരു ടീമിൻ്റെ അവൈലബിലിറ്റി നമുക്കിവിടെ ലഭിച്ചത്. ഏറെ സന്തോഷമുണ്ട്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചിട്ടുള്ള സന്തോഷം അറിയിക്കുന്നു. ഈ ദിവസങ്ങളിലെ ഒരുമിച്ചുള്ള ധ്യാനവും കൂടിവരവും അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട വർഗീസ് മീശോച്ചൻ്റെ സാന്നിധ്യവും നമുക്കെപ്പോഴും അനുഗ്രഹവും സന്തോഷവും പകരുന്നതാണ്. അച്ഛനെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ ഗായക സംഘം ഒരു പാട്ടിൻ്റെ 2 ചരണങ്ങൾ മാത്രം പാടിയതിനു ശേഷം ബഹുമാനപ്പെട്ട സണ്ണി ഫിലിപ്പ് സാർ ഇപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ദൂത് നൽകുന്നത്. ആത്മസന്തോഷം കൊണ്ടാരിക്കൊണ്ടു നിറയ്ക്കണമേ, ഇന്നാത്മമാരി കൊണ്ടു നിറയ്ക്കണമേ. ദൈവത്തിൻ്റെ തേജസ്സിവിടെ പ്രകാശിച്ചിടേണം വെളിച്ചമായി, പ്രകാശിച്ചിടേണം വെളിച്ചമായി. പാപത്തിൻ്റെ എല്ലാ അന്ധകാരവും എല്ലാ ഉള്ളത്തിൽ നിന്നും നീങ്ങിപ്പോകട്ടെ, എല്ലാ ഉള്ളത്തിൽ നിന്നും നീങ്ങിപ്പോകട്ടെ. സന്തോഷം സ്വർഗസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ആത്മശക്തിയായിരുന്നു നടത്തണമേ, ആത്മശക്തിയായിരുന്നു നടത്തണമേ. കല്ലുപോലുള്ള എല്ലാ ഉള്ളങ്ങളെയും ഇന്നു മെഴുകുപോലുരുക്കണമേ, ഇന്നു മെഴുകുപോലുരുക്കണമേ. സന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ആത്മമാരി കൊണ്ടു നിറയ്ക്കണമേ, ഇന്നാത്മമാരി കൊണ്ടു നിറയ്ക്കണമേ. എനിക്ക് വലിയ ഫോർമാലിറ്റീസ് ഒന്നും അറിയത്തില്ല. ആരെയൊക്കെയാണ് അഭിസംബോധന ചെയ്യേണ്ടത്, ആരോടാണ് നന്ദി പറയേണ്ടത്. അതുകൊണ്ട് അവിടെ മുതൽ ഇങ്ങോട്ട് എല്ലാവരോടും അങ്ങ് നന്ദി പറയുകയാണ് വന്നതിന്. ഞാനൊരു 15-16 പേരെ പ്രതീക്ഷിച്ചു. അപ്പോൾ എല്ലാവരും കൂടെ വട്ടത്തിലിരുന്ന് ഒരു ചെറിയ 1-1.5 മണിക്കൂർ നേരത്തെ ഡിസ്കഷനും ഷെയറിങ്ങും ഒക്കെ ചെയ്തിട്ട് സന്തോഷത്തോടുകൂടി എനിക്കങ്ങ് വീട്ടിൽ പോകാമല്ലോ എന്ന് കണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അതിന്ന് നടക്കുന്ന ലക്ഷണമില്ല. കാര്യം നിങ്ങൾ ഒത്തിരി പേരിങ്ങ് വന്നു. അതുകൊണ്ട് ഞാൻ ഒരു ഉപകാരം ചോദിക്കുകയാണ്. ഇവിടോട്ടൊന്ന് വന്നിരുന്നാൽ നല്ലതായിരുന്നു. എനിക്ക് നിങ്ങളെ അടുത്ത് കാണാനുള്ള സന്തോഷമാണ്. കോവിഡ് എനിക്കില്ല, അത് നേരത്തെ ഉണ്ടായിരുന്നു. ഇല്ല, ബാംഗ്ലൂർ വെച്ചുണ്ടായിരുന്നു. പക്ഷേ അന്ന് ഡോക്ടർ പറഞ്ഞു ഇവിടെ കോവിഡ് ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ലെന്ന് പറഞ്ഞു. കൊയറുകാർ അവിടെ ഇരിക്കണം നിർബന്ധമാണോ അതോ ആന്നല്ലേ? അല്ല, അവിടെ ഇരിക്കണം നിർബന്ധമാണേ അവിടെ ഇരുന്നു, അല്ലെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ നല്ലായിരുന്നു. പ്ലീസ് കം ആൻഡ് സിറ്റ്. താങ്ക് യു. ഇവിടെയും സ്ഥലമുണ്ട്. ഇവിടെ ഇരിക്കാം, കുഴപ്പമില്ല. ഞാൻ ഇന്നലെ മിനിഞ്ഞാന്ന് കുളിച്ചതാ. അങ്ങനെ വലിയ പിന്നെ ഇന്ന് ശാലം ദുബായിൽ നിന്നൊരാൾ തന്ന പെർഫ്യൂമൊക്കെ തളിച്ചായിരുന്നു ഞാൻ. ഇവിടെ സ്ഥലമുണ്ട് കേട്ടോ, ഇരിക്കാവുന്ന ഒരു ഇത്. എന്നെ 2 പേര് പരിചയപ്പെടുത്തിയപ്പോഴും പറഞ്ഞു ഞാനൊരു ബാങ്കിലെ മാനേജർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കോളേജ് ജോലി ചെയ്ത ആളാണെന്ന്. ഞങ്ങളുടെ കോളേജിലെ നിയമം അനുസരിച്ച് ഒരൊറ്റ എംറ്റി ചെയർ പോലും ആ മുറി കാണാൻ പാടില്ലെന്നാണ്. ഒരാൾ ആബ്സെൻ്റ് ആണെങ്കിൽ ആ കസേര അവിടെ നിന്ന് എടുത്ത് മാറ്റിയിരിക്കണം. അല്ലാതെ ഒറ്റ ഒരു എംറ്റി ചെയർ പോലും ഒരു മുറിയിലും കാണാൻ പാടില്ല, ക്ലാസ് റൂമിലൊന്നിലും. അങ്ങനെയാണ് അതിൻ്റെ നിഷ്ഠ. 2 പേര് വന്നില്ലേ അവരുടെ കസേര മാറ്റിയിരിക്കണം. കാര്യം യു ഷുഡ് നോട്ട് ബി സ്പീക്കിംഗ് ടു എംറ്റി ചെയർസ് എന്നുള്ള. ഇവിടെ പക്ഷേ അതൊക്കത്തില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങോട്ട് ശ്രദ്ധിച്ച് നോക്കിയ സമയത്ത് എൻ്റെ മനസ്സിൽ കൂടെ
ബട്ട് ബൈ ദ വേ എൻ്റെ 17 വയസ്സ് വരെയുള്ള മലയാളം എനിക്കറിയത്തുള്ളൂ. ഞാൻ 17ാമത്തെ വയസ്സിൽ നിന്ന് കേരളത്തിൽ നിന്ന് പോയതാണ്. അതുകൊണ്ട് എൻ്റെ മലയാളം വലിയ പരിഷ്കാരമുള്ള മലയാളമൊന്നും അല്ല, വെറും നാടൻ കല്ലുപ്പാറ ഗ്രാമത്തിലെ എടാവോടാന്നുള്ള മലയാളമാണ്. അതുകൊണ്ട് ക്ഷമിക്കണം. പക്ഷേ ഐ മൈറ്റ് സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. സോ നോക്കിയപ്പോൾ ഞാൻ ഒരു ഹെഡ് കൗണ്ട് ചെയ്ത് നോക്കിയപ്പം ഒരു 3500 വർഷത്തെ പരിചയം ഇവിടെ ഉണ്ട്. പരിചയം എന്ന് പറഞ്ഞാൽ ജീവിത പരിചയമുള്ള ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. ഇത്രയും ജീവിത പഴക്കവും പരിചയമുള്ള ആളോട് ഞാൻ എന്താണെന്ന് പറയേണ്ടത് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ദൈവം എൻ്റെ മനസ്സിൽ തന്നതുപോലൊരു തോന്നൽ വന്നത്, ഇവർക്ക് വേണ്ടിയിട്ടല്ല, ഇവരെങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രയോജനപ്പെടാമെന്നുള്ളതിനെപ്പറ്റി 2-3 വാക്ക് നീ അങ്ങ് പറ എന്ന് ദൈവം എന്നോട് പറഞ്ഞ പോലെ എനിക്ക് അങ്ങ് തോന്നി. അതുകൊണ്ട് ഇന്ന് നടക്കാൻ പോകുന്നത്, ഹൗ ക്യാൻ ഐ ബി ഓഫ് സം ഹെൽപ്പ് ടു എ പേഴ്സൺ somewhere near me. We call it people in my sphere of influence. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇൻഫ്ലുവൻസ് ഉള്ളതായിട്ടുള്ള ആളുകൾ. നാളെ നിങ്ങൾ മിക്കവാറൊക്കെ റിട്ടയർ ചെയ്ത ആൾക്കാരാണെന്നാണ് എനിക്ക് തോന്നുന്നത്, എന്നെപ്പോലെ. സപ്പോസ് യു ആർ വർക്കിംഗ്. നാളെ നിങ്ങൾ ഓഫീസിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ ഒരു സുഹൃത്ത്, ലെറ്റസ് കോൾ ഹിം തങ്കച്ചൻ. തങ്കച്ചൻ നാട്ടുപേരാണല്ലോ. തങ്കച്ചൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ ഒരു വിഷാദം. അപ്പം നിങ്ങൾ ചോദിക്കും, എടാ തങ്കച്ച, നിനക്കെന്നോ പറ്റി ഇന്ന് ഒരു സന്തോഷമില്ലായ്മ? അപ്പം തങ്കച്ചൻ പറയുകയാണ്, പിന്നെ ഇയാളെന്നാ ഈ മുഖത്ത് നോക്കി പറയുന്ന ആളുണ്ടല്ലോ, അവർക്കെന്നാ പറയുന്നത്, കൈനോട്ടക്കാരനാണെന്ന് ചോദിച്ചു. അതിൻ്റെ പറയാ, അങ്ങനെ കിടന്ന് പറഞ്ഞാലും പറഞ്ഞില്ലേലും എല്ലാം കണക്കാ എന്ന് പുള്ളിക്കാരൻ പറഞ്ഞു. ഞാൻ ഒരു 2 മിനിറ്റ് തരാം. നിങ്ങൾ എല്ലാവരോടും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തിരിഞ്ഞ് 2-3 പേരോട് എന്ത് ചെയ്യും എന്നുള്ളതിനെ പറ്റി ഒന്ന് പറയണം. ഞാൻ പറഞ്ഞ് മനസ്സിലായത്, തങ്കച്ചനോട് നിങ്ങൾ ചോദിക്കുകയാണ്, തങ്കച്ചൻ അതിൻ്റെ മുഖം എന്നാ ഇത്ര വിഷമിച്ചിരിക്കുന്നു ചോദിച്ചു. അപ്പം ഞാൻ തങ്കച്ചൻ പറയുന്നത്, തന്നോട് പറഞ്ഞിട്ടും അല്ലെ നിങ്ങളോട് പറഞ്ഞിട്ടും പറയാതിരുന്നിട്ടും യാതൊരു പ്രയോജനവുമില്ല, പിന്നെ എന്തിനാ പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്യും? ഓക്കെ, 2 മിനിറ്റ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് അടുത്തിരിക്കാൻ പറഞ്ഞത്. ഞാൻ സാധാരണ ക്ലാസ് എടുക്കുമ്പോൾ പറയാറുണ്ട്, ശബ്ദം വെളി വരണേ വാ പൊളിക്കണം, എങ്കിൽ മാത്രമേ ശബ്ദം വെളിയിലോട്ട് വരത്തുള്ളൂ. അതുകൊണ്ട് വായ ഒന്ന് തുറന്ന് നോക്കിയാൽ ശബ്ദം തീർച്ചയായിട്ടും വെളി വരും. 2 മിനിറ്റേ ഉള്ളൂ. 2 മിനിറ്റിൽ 1 മിനിറ്റ് 40 സെക്കൻഡേ ഉള്ളൂ. ഇനി മക്കളാണോ? കൊയറിൻ്റെ പെർമനന്റ് സീറ്റാണ്. നിങ്ങൾക്ക് ഇവിടെ അനങ്ങാൻ പാടില്ല, നിയമമുണ്ടോ? അച്ഛൻ വഴക്ക് പറഞ്ഞു. ഇന്നോ? അത് ശരി, പാട്ടുണ്ടോ ഇതിൻ്റെ ഇടയ്ക്ക്? സമയമുണ്ട്. ഇനി ഒരു 22 സെക്കൻഡ് കൂടെ ഉണ്ട്. കൊയറിലുള്ളവർ പറയുന്നത്, ഞങ്ങളുടെ ജീവിതത്തിൽ എന്ന് ഇത് തന്നെയാണ് നടക്കുന്നത്, അതുകൊണ്ട് ഇതൊരു പുതുക്കമൊന്നും ഇല്ലെന്ന് അവർ പറഞ്ഞ് അവർ ചിരിക്കും. വളരെ സന്തോഷമായിട്ടാണ്. ഇതന്നെ ഒരു പ്രശ്നമാണെന്നാണ് ചോദിക്കുന്നത് എന്നല്ലേ പറഞ്ഞ. ഞാൻ കേട്ടായിരുന്നു അതുപോലെ ആണ്ടൊക്കെ പറയുന്നത്. നിങ്ങൾ കുറച്ചൊക്കെ സംസാരിച്ച് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഒരിക്കൽ നാഗാലാൻഡിലെ അവിടെ ഒരു ഹോസ്പിറ്റലിൽ ക്ലാസ് എടുക്കാനായിട്ട് പോയപ്പോൾ അവിടുത്തെ ഒരു നേഴ്സ് എന്നോട് ചോദിച്ചു, സാറേ, what are you going to teach us? So I told her, I will teach you how to say how are you, but it takes 60 hours to do it. So maybe in the next hour and a half tonight and tomorrow night we will learn a little bit about what you might be able to say to this person. Is that okay?
ഞങ്ങൾ പറഞ്ഞത് പറയാൻ പറ്റത്തില്ലെന്ന് അങ്ങ് പറയുന്നു, പറയാൻ പറ്റത്തില്ലെന്ന്. ഒന്ന് പറഞ്ഞു നോക്ക്, നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. പറഞ്ഞു കഴിയുമ്പോഴല്ലേ നമുക്ക് മനസ്സിലാവുന്നു. ഏറ്റവും പ്രധാനമായിട്ടുള്ള വാക്ക് ആ പറഞ്ഞതിൽ എന്തുവാണെന്ന് ആർക്കെങ്കിലും പറയാമോ? അപ്പം ആദ്യമായിട്ട് നമ്മൾ പഠിക്കേണ്ടത് മറ്റുള്ളവരുടെ പ്രശ്നം സോൾവ് ചെയ്യാതിരിക്കാൻ എങ്ങനെ സാധിക്കുമെന്നുള്ളതാണ്. ഇന്ന് വൈകിട്ടും നാളെ വൈകിട്ടും കൂടെ ഞാൻ പഠിപ്പിക്കുന്ന ഹൗ ക്യാൻ ഐ നോട്ട് സോൾവ് സംബഡീസ് പ്രോബ്ലം. വി ആർ നോട്ട് പ്രോബ്ലം സോൾവേഴ്സ്. ക്ഷമിക്കണം, ഞാൻ കുഴപ്പമൊന്നുമില്ല, നമ്മൾ ഫ്രണ്ട്സ് ആണല്ലോ. നിങ്ങൾ സംസാരിക്കുകയെല്ലാം ചെയ്തായിരുന്നോ, അതോ അല്ല ഇത് ഞാൻ പറഞ്ഞ കാര്യം സംസാരിച്ചോ, അതോ മറ്റു? ഞങ്ങൾക്കങ്ങനെ ഒന്നും ഒരു കൺസെൻസസിലൊന്നും വന്നില്ല. ജസ്റ്റ് ഹാഡ് എ ഫ്രണ്ട്ലി ഡിസ്കഷൻ. ഐസ് ബ്രേക്കർ എന്ന് പറയത്തില്ല. നാളെ വി ആർ ഗോയിങ് ടു മീറ്റ് ഡൗൺ സ്റ്റേഴ്സ്. അപ്പം കസേര മാറ്റാം, അതുകൊണ്ടാണ് ഒന്ന്. അപ്പോൾ സോ വി വിൽ ബി മീറ്റിംഗ് ഡൗൺ സ്റ്റേഴ്സ് ടുമോറോ. ജീവിതത്തിലെ സയൻറ്റിഫിക്കായിട്ട് അവർ പറയുന്നത്, ഇഫ് യു ഹാവ് എ പ്രോബ്ലം, എനി പ്രോബ്ലം, it will take 8 to 10 years before you consult a person who is specialist, like a psychologist, a counselor. ഈവൻ അച്ഛനോട് പറയുന്നതിനും ഏകദേശം 8 മുതൽ 10 വർഷം വരെ എടുക്കുമെന്നാണ് പറയുന്നത്. ഒരു ഭാര്യയും ഭർത്താവും കൂടെ അടി വെച്ച് തുടങ്ങിയിട്ട് അതൊരു പ്രശ്നമായി തീർന്നിട്ട് അതിന് സൊല്യൂഷൻ സ്വീകരിക്കണമെന്നതിൽ 8 വർഷം എടുക്കുമെന്നാണ് പറയുന്നത്. ബട്ട് യു വിൽ സ്പീക്ക് ടു എ ഫ്രണ്ട് ആസ് ഇറ്റ് ഹാപ്പൻസ്. ജോലിസ്ഥലത്ത് ചെല്ലുമ്പോൾ ആദ്യം പറയുന്നത് എന്താ പറയാനാണ്, നാശം, എന്തോടൂ, ഭാര്യയുമായിട്ട് അടി വെച്ചാ വന്നിരിക്കുന്നത്. ബട്ട് യു വോണ്ട് സേ ദാറ്റ്. അച്ഛനോട് എന്ന് പറയത്തില്ല. അതിനുവേണ്ടി ഒരു സൈക്കോളജിസ്റ്റിനെയോ ഒരു കൗൺസിലറോ കാണാൻ നമ്മൾ പോകത്തില്ല. പക്ഷെ നമ്മുടെ ഫ്രണ്ടിനോട് പറയും. ഫ്രണ്ട് ഈസ് നമ്മുടെ മാതാപിതാക്കന്മാർ ഫ്രണ്ട്സ് ആണെങ്കിൽ അവരോട് പറയും. അയലോക്കക്കാർ ഫ്രണ്ട്സ് ആണെങ്കിൽ അവരോട് പറയും. ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരോട് പറയും. ഞാൻ ജോലിക്ക് വേണ്ടി കാർ ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് വേറൊരാളുടെ പുറകിൽ ചെന്ന് ഇടിക്കാൻ പറ്റിയ പോലെ ഒരു നെല്ലിടയ്ക്ക് കൂടെ ഉണ്ടായിരുന്ന ഇടി നടന്നതിന് ആ കാര്യം ഓഫീസിൽ നിന്ന് ആദ്യം പറയുന്നൊരു ഫ്രണ്ടിനോടാണ്. അല്ലാതെ ഫോൺ എടുത്ത് അപ്പനോടോ അമ്മയോടോ അല്ല പറയുന്നത്. ആദ്യം പറയുന്നൊരു ഫ്രണ്ടിനോട്. കീർത്തികൾ, അയ്യോ, ദൈവകൃപ കൊണ്ട് തലനാരഴയ്ക്ക് രക്ഷപ്പെട്ടു, എന്നെ പറ്റിടൂ. യു ടെൽ ദ സ്റ്റോറി. ടു കൺഫെസ് ഈസ് എ ഹ്യൂമൻ നീഡ്. To confess, just to tell a story. We call it a narrative, a trauma narrative. ഈ കഥ പറയാൻ നമുക്ക് പറ്റിയിരിക്കുന്നത്, ഇപ്പം കഥ പറയാൻ ആളുണ്ട് പക്ഷേ കേൾക്കാൻ ആളില്ല. അതുകൊണ്ടാണ് നമുക്ക് പ്രശ്നങ്ങൾ കൂടുന്നത്. നമുക്ക് പ്രശ്നം കൂടിയിട്ടില്ല, പക്ഷേ കേൾക്കാൻ ആളില്ലാത്തത് കൊണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വലിയ വലിയ പ്രശ്നങ്ങളായിട്ട് മാറുകയാണ്. പണ്ടൊക്കെ അയലോകത്തുള്ളവർക്ക് കേൾക്കാൻ ആളുണ്ടായിരുന്നു. ഇപ്പോൾ അയലോകത്ത് ആരും ഇല്ല. അയലോകത്തുള്ളവരെ കാണത്തില്ല. കാര്യം കാർ ഗരാജിൽ കയറി ഷട്ടർ ഇട്ട് കഴിഞ്ഞാൽ അവർ കാറിൻ്റെ അകത്തുനിന്ന് ഇറങ്ങത്തുള്ളൂ. ഞാൻ ജിബിയോട് പറയുമായിരുന്നു, ഞാൻ 8ാം ക്ലാസ് പഠിച്ചത് 2.5 കിലോമീറ്റർ നടന്നു പോകണം വൺ വേ. എന്തുമാത്രം മാവേ കല്ലെടുത്ത് എറിഞ്ഞിട്ടുണ്ടെന്ന് ദൈവത്തിനെ അറിയത്തുള്ളൂ. പുളി, അയ്യോ എന്ത് പുളി പറിച്ചിട്ടുണ്ടെന്നറിയാം. ഇന്ന് എവിടെ പിള്ളേർ 1/2 കിലോമീറ്റർ നടക്കുകയില്ല. പിന്നെ ഇവിടെ പുളി പറിക്കാനോ എവിടെ മാവേ കയറാനോ. 10 പേര് വഴക്ക് പറയണമെന്ന് വരിപ്പോൾ ഈ വല്ലവൻ്റെയും പുരടത്തിൽ കയറി കല്ലെറിഞ്ഞല്ല അവർ വഴക്ക് പറയത്തുള്ളൂ. അങ്ങനെ പോലും ഹലോ എന്ന് പറയാൻ ആരുമില്ല. ഡു യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ എം സെയിങ്? See, it is not that we have more problems, but everyday events are becoming problems because there is no one to listen to our narratives. അത് കേൾക്കുന്നതിൻ്റെ ആവശ്യം. What I am talking about is pure science. Trauma narratives. രണ്ടാമതായിട്ട് നമുക്ക് വരുന്ന ഇതിൻ്റെ അത് എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിക്കുന്നുള്ളതിനെ പറ്റി പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അതും കേൾക്കാൻ ആൾ വേണം. ഇത് രണ്ടിനും അവസരം ഉണ്ടെങ്കിൽ പണ്ടൊക്കെ പള്ളിയിലച്ഛനും അല്ലെങ്കിൽ അയലോക്കക്കാരും
ഒക്കെ ഇതിനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. ഇപ്പം ആകപ്പാടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഡോക്ടർ എടുക്കട്ടെ. അതുകൊണ്ടാണ് മനുഷ്യർ മുഴുവൻ ഡോക്ടർ അടുക്കലോട് ഇടിച്ച് കയറുന്നത്. ഞങ്ങളുടെ കല്ലുപ്പാറ ഞങ്ങളുടെ അടുക്കൽ യാതൊരു വിദ്യാഭ്യാസവും ഇല്ലാത്തൊരു ഡോക്ടറുണ്ട്. അങ്ങേര് പള്ളിക്കൂടത്തിൽ പാകുന്ന തന്നെ എനിക്ക് സംശയമാണ്. പക്ഷേ എന്തുമാത്രം പേരാ ക്യൂ നിൽക്കുന്നറിയാം. അങ്ങേരുടെ മരുന്ന് കൊടുത്താൽ ഉടനെ സൗഖ്യം വരുമെന്നാണ് പറയുന്നത്. ഞാൻ എൻ്റെ കാലിൽ ഒരു കല്ലിൻ്റെ ചീള് കൊണ്ടിട്ട് മുറിഞ്ഞു. ഞാൻ പുള്ളിക്കാരനടുക്ക ചെന്നു, കാര്യം ഡോക്ടറാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, സാറേ എനിക്കിതൊന്നും അറിയത്തില്ല, സാറ് കുത്തിക്കെട്ടണമെന്ന് ഇനി മറ്റെവിടെയെങ്കിലും പൊക്കോ എന്ന് പറഞ്ഞു. അതൊക്കെ ഒരു ഡോക്ടറുണ്ട്. പക്ഷേ ഭയങ്കര സക്സസ്ഫുള്ളാണ് ഈ ഡോക്ടർ. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ ചെന്നാണ് പുള്ളിക്കാരനെ ഇരുത്തും, കഥയെല്ലാം കേൾക്കും, ഒരു ശകലം പൊടിയോ ഗുളികയോ ഒക്കെ കുറിച്ച് കൊടുക്കും. വലിയ സന്തോഷം. 150 രൂപയും മേടിക്കും. വളരെ സന്തോഷത്തോടെ വീട്ടിൽ പോകുന്നു. അതിന് ഈ ഡോക്ടറുടെ ആവശ്യമില്ല. അതിനാണ് പള്ളി, ഇടവക, സമൂഹം എന്ന് പറയുന്നത്. തിയോളജിക്കലി ആയിട്ട് പറഞ്ഞാൽ ഒരു ഇടവക എന്ന് പറയുന്നത് വി ആർ എ കോൾഡ് ഔട്ട് കമ്മ്യൂണിറ്റി. വിളിക്കപ്പെട്ട ഒരു ജനമാണ് നാം. എന്തിനു വേണ്ടിയാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്? രണ്ടു കൂട്ടം കാര്യത്തിന് വേണ്ടിയിട്ടാണ്. വി ആർ ഓൾസോ എ സെറ്റ് അപ്പാർട്ട് കമ്മ്യൂണിറ്റി, ടു ബി ഡിഫറെൻറ്റ്. ഇംഗ്ലീഷിൽ അതിന് ഞാൻ സാധാരണ പറയാനുള്ളത് വി ആർ ആൻ എക്സാമ്പിൾ ഇൻ കോൺട്രാസ്റ്റ്. നോർമലി വെൻ വി സേ എക്സാമ്പിൾ വി ആർ ടോക്കിംഗ് അബൌട്ട് ലൈക്ക്. An example is, this is like that. But a church is an example in contrast. We are unlike community. We are not like community. We are an unlike community. That is the distinctive of the congregation that we call church. Thirdly, we are also a sent out community. അയക്കപ്പെട്ട ഒരു സമൂഹമാണ് നമ്മൾ. വിളിക്കപ്പെട്ട ഒരു സമൂഹം, വേർതിരിക്കപ്പെട്ട ഒരു സമൂഹം, അയക്കപ്പെട്ട ഒരു സമൂഹം. ഈ സമൂഹമാണ് നമ്മൾ. ഈ 3 കൂട്ടം കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഐ ആം എ കോൾഡ് പേഴ്സൺ. ഈ ഞായറാഴ്ച ഞാൻ അതിനെപ്പറ്റി ഒരു സ്വല്പം സംസാരിക്കുന്നുണ്ട്. ഫാദർ ഹെൻറി ന്യൂവൻ്റെ ബുക്കിൽ അദ്ദേഹം ഈ വിശുദ്ധ കുർബാനയെപ്പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. The night Jesus was betrayed, he took bread, he blessed it, broke it and gave it. ഈ 4 കൂട്ടം കാര്യമാണ്. We are taken, we are blessed, we are broken and then we are given. ഈ കാര്യം നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഞാൻ എന്തുകൊണ്ടാണ് ഒരു ക്രിസ്ത്യാനി ആയിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. I'm going to show some slides and talk a little bit more. കാര്യം അല്ലെങ്കിൽ ഞാനങ്ങ് പ്രസംഗിച്ചു പോകാം, പിന്നെ വലിയ ഗതികേടാ. ഫാമിലി, ഗോഡ്സ് ഡിസൈൻ ആൻഡ് അവർ എക്സ്പെക്റ്റേഷൻസ്. 3 കൂട്ടം കാര്യങ്ങളാണ്. എൻചാൻറ്റ്മെൻറ്റ്, ഡിസ്എൻചാൻറ്റ്മെൻറ്റ് ആൻഡ് മെച്യൂരിറ്റി. നമ്മളൊരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന എൻചാൻറ്റ്മെൻറ്റിൽ കൂടെ. എനിക്ക് 1 വയസ്സും 1 മാസവും പ്രായമുള്ള ഒരു കൊച്ചുമകനുണ്ട്. ഒരു ദിവസം ഒരു 2-3 വീഡിയോ ക്ലിപ്പെങ്കിലും അവൻ്റെ കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഇരിക്കപ്പുറതിയില്ല. കാര്യം ദിസ് ഈസ് എൻചാൻറ്റ്മെൻറ്റ്. ഐ ആം ഇൻ ലവ് വിത്ത് ദിസ് ലിറ്റിൽ ഫെലോ. ഹീ ഈസ് സോ എൻ്റർടൈനിങ്. 1 വയസ്സ് 1 മാസം പ്രായമുള്ളൂ. അവൻ എന്തോ കാണിച്ചാലും ഇറ്റ് ഈസ് എൻ്റർടൈൻമെൻറ്റ്. ഇറ്റ് ഈസ് സോ ലവ്ലി ഫോർ ഗ്രാൻഡ് ഫാദർ. ബട്ട് സൂൺ ദർ വിൽ ബി ഡിസെൻചാൻറ്റ്മെൻറ്റ്. ഇപ്പം ചെറുതായിട്ടൊന്ന് നടക്കാൻ തുടങ്ങി, ഇച്ചിരി കഴിയുന്ന ഉടനെ അവൻ വാതറന്ന് സംസാരിക്കാൻ തുടങ്ങും. അവൻ പറയുന്നത് ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടത്തില്ല, അവൻ പോകുന്നത് നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. സോ ദർ വിൽ ബി ഡിസ്എൻചാൻറ്റ്മെൻറ്റ്. ദെൻ we need to move to maturity. Maturity is learning to live with our disenchantment. Maturity is learning to live with our disappointments. In fact, the way we behave when we are disappointed is a very good indication of our character. നമ്മൾ ഡിസപ്പോയിൻമെൻറ്റിനോടാണ്, നമ്മൾ നിരാശപ്പെടുമ്പോൾ എങ്ങനെ പ്രവർത്തിക്കുന്നുവോ അത് നമ്മുടെ സ്വഭാവത്തിൻ്റെ ഒരു വലിയ തെളിവാണ്. The way we behave when we are look at people who are disappointed. അല്ലാത്ത സമയത്ത് നമ്മളെല്ലാവരും നല്ല മനുഷ്യരാണ്. But somebody hurts me. When we are disappointed, how do we behave? അത് എൻ്റെ ഭാര്യയാണ്. ഞങ്ങൾ വെല്ലൂര് 10 വർഷം ഉണ്ടായിരുന്നു. അച്ഛൻ പറഞ്ഞത് കേട്ടായിരുന്നല്ലോ. കത്രീന എന്നാണ് പേര്. ഞങ്ങളുടെ 3 മക്കൾ. എൻ്റെ കൊച്ചുമാൻ എന്ന് പറഞ്ഞ് ജോഷിയുടെ തലക്കെട്ടുകാരൻ്റെ മകൻ്റെ കാര്യമാണ് പറഞ്ഞ്. പിന്നെ മേരിയാൻ ബ്ലൂ സാഷ്, ഷീ ഈസ് എക്സ്പെക്റ്റിംഗ് എ ചൈൽഡ്. ഒരു 2 ആഴ്ചക്കകം അവരുടെ കുഞ്ഞുങ്ങൾ. കൊച്ചത് 31 വയസ്സുകാരത്തി സാറ. ഐ നോർമലി സേ ഷീ ഈസ് വെരി ഹാപ്പിലി അൺമാരീഡ്. സോ ഷീ ഈസ്
a medical doctor. My wife is also a medical doctor. Marianne is a lawyer, and Joshi is a teacher. Realistic, unrealistic, and unmet expectations. ജീവിതം എന്ന് പറയുന്നത് ഇതാ. ചിലതൊക്കെ റിയലിസ്റ്റിക്കാണ്, ചിലതൊക്കെ അൺറിയലിസ്റ്റിക്കാണ്. ചില എക്സ്പെക്റ്റേഷൻസ് ഒരിക്കലും മീറ്റ് ചെയ്യത്തില്ല. അത് സാധിക്കാൻ ഒക്കത്തില്ല, നമ്മൾ എത്ര തലയും കുത്തി നിന്ന് പറഞ്ഞാലും. ഞാൻ പറയുന്ന മനസ്സിലാവുന്നില്ല അല്ലേ? ഭാഷ മനസ്സിലാവുന്നില്ല എന്ന് ചോദിച്ചാൽ എൻ്റെ അർത്ഥം മനസ്സിലാവുന്നില്ല എന്ന് ചോദിച്ചത്. ജീവിതമെന്ന് പറയുന്നത് ഈ 3 കോമ്പിനേഷൻസാണ്. അത് ആ നമ്മൾ ആ മൂന്നായിട്ട് കൈകാര്യം ചെയ്തെങ്കിൽ മാത്രമേ കാര്യം സാധിക്കത്തുള്ളൂ. ലൈഫ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് റിയലിസ്റ്റിക്, unrealistic, and unmet. Some expectations are realistic, but they will not be met. And we will be disappointed. We will be hurt. We will be wounded. And we need to understand that. I came across a few saying. ഞാനതിൽ മിക്കവാറും ഒത്തിരി അങ്ങ് മാറ്റി. കാര്യം എന്നെപ്പറ്റി നിങ്ങൾ തെറ്റിദ്ധരിക്കാൻ പാടില്ലല്ലോ എന്നും കണ്ട്. ഇത് സ്പൗസിനെ പറ്റി ഒരു ഡെഫിനേഷനാണ്. someone who will stand by you through all your trouble, but you wouldn't have those troubles if you didn't have the spouse. You got it? Okay, so that is what a spouse is. Please don't judge me on the basis of this. Love at first sight is easy to understand. It is when two people have been looking at each other for a lifetime that it becomes a miracle. Love a lifetime is a miracle. ഇത് നമുക്ക് ഡിമാൻഡ് ചെയ്യാനൊന്നും ഒക്കത്തില്ല. മിറക്കിൾ നമുക്ക് ഡിമാൻഡ് ചെയ്യാൻ ഒക്കുന്നതല്ല. It is something that happens. It is a gift of God. It is a blessing. ഞാൻ 2 മിനിറ്റ് തട്ടെ ഇത് ഡിസ്കസ് ചെയ്യാൻ, അതോ വേണ്ടായോ? അപ്പം എന്തുകൊണ്ട് വീട്ടിൽ പോയി അടിപിടിയൊന്നും ഉണ്ടാക്കല്ലേ? Marriage is the only war where you sleep with the enemy. I'm not saying that your husband is an enemy or your wife is an enemy, but sometimes we have to sleep with the enemy. Keep your eyes wide open before marriage and half shut after marriage. That is the reality of life. So somebody asked, what is the main reason for divorce? And the answer was marriage. If there is no marriage, there is no divorce. I mean, it's pretty simple, isn't it? So why does the Hindu law not permit second marriage? By the way, these are all, please don't take this seriously. And these are not icebreakers. These are very serious. But don't take it seriously. Answer is Indian Constitution, Article 22. I don't know whether it is true. No person can be punished twice for the same offense. I thought this was a brilliant quotation. I have no idea who that person is. A simple enough pleasure, surely, to have breakfast alone with one's husband or wife, but how seldom married people achieve it. And I know this is so true. ഞാൻ ബാങ്കിൽ ജോലി ചെയ്യുന്ന സമയത്ത് I never sat down to have my breakfast. I had to be at the training center at 8 o'clock in the morning, and my train is at 7:20, and I take my toast, my briefcase, and run to the station. And while I run, I eat my toast. Of course, there was another reason for doing that, because then the people who come to the station with me know that I'm a very important person. കാര്യം എന്താ? എനിക്ക് വീട്ടിലിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയമില്ല. കാര്യം എനിക്ക് അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളായതുകൊണ്ടാണ്. So what do? I eat my toast as I'm running to the train station. Many of us measure our success by the amount of time we do not spend at home, rather than the time that we spend with our family. ഞാൻ ഓസ്ട്രേലിയയിൽ പഠിക്കുന്ന സമയത്ത് അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് അവിടെ ഒരു പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കുന്ന ജോലിയായിരുന്നു.
I learned something. 5 മണിക്കും 6 മണിക്കും ഇടയ്ക്ക് പെട്രോൾ അടിക്കാൻ വരുന്ന ആൾക്കാർ സാധാരണ ജോലിക്കാരാണ്. 6 മണിക്ക് 7 മണിക്ക് ഇടയ്ക്ക് വരുന്ന ഇച്ചിരൂടെ പൊസിഷൻ കൂടിയവരാണ്. 8:30 മുതൽ 9:30 വരുന്നവർ എക്സിക്യൂട്ടീവ്സാണ്. അവർക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളത്. ഐ എം നോട്ട് സെയിങ് ദറ്റ് എക്സിക്യൂട്ടീവ്സ് ആർ ബാഡ് ആൻഡ് യു ഡോണ്ട് വർക്ക് ലോങ് അവേഴ്സ്. സംടൈംസ് യു ഹാവ് ടു വർക്ക് വെരി ലോങ് അവേഴ്സ്. അവിടെ വെച്ചാണ് ഞാൻ മാരേജ് കൗൺസിലിംഗ് തുടങ്ങുന്നത്. I was a little black man working in a petrol bunk, pumping petrol, and these executives wanted to talk. I've had people coming in Rolls Royce and say to me, "You know my wife, don't you?" I said, "Is she the one who comes in the Mercedes?" "Yes." "I'm not making this up. This is true." "Yes." "Will you speak to her? We are having big problems." Who am I? As I say to myself, a little black man pumping petrol in a petrol station, all of 23 years old. And this executive wants me to talk to his wife. Because I know both of them. They come every other day to buy petrol. And that is where I got the idea that every person's feet is made of clay. മോത്ത് നോക്കുമ്പോൾ സ്വർണവും വെള്ളിയുമാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ആ പാൻസ് ഒരു ശകലം ഒന്ന് പൊക്കി നോക്കണം, സോക്സ് ഒരു ശകലം താത്ത് നോക്കണം. വാട്ട് ഡു യു സീ? മണ്ണ, കളിമണ്ണ. തൊട്ട് നോക്കിയാൽ മുട്ടിപ്പോവും. ഈ കാണുന്ന മഹാന്മാരുടെ എല്ലാം ജീവിതം ഇതാണ്. നീൽ ആംസ്ട്രോങ്ങിൻ്റെ ഒരു കൺഫെഷൻ ഞാൻ എൻ്റെ ഈ ലാപ്ടോപ്പിൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. യു ഷുഡ് റീഡ് ഇറ്റ്. നീൽ ആംസ്ട്രോങ്, നോബഡി ക്യാൻ ഡു വാട്ട് ഹി ഡിഡ് to be the first man on moon. 1969 he landed in moon. Neil Armstrong പറയുന്നത്, "If I have my choice, I would never do that again. I sacrificed everything, my family, my children, my wife, my relationship, everything for one purpose, to land in moon." His wife left him, his children never spoke to him. Success has a huge cost, but then you have to define what success is. Happiness is like looking for black dots. You think it is there, but it is not there. Can you count all the black dots? You think you see it, but it is not there. So, I am going to ask you to stand up and come here. എല്ലാവരും ഇവിടെ ഒന്ന് വരണം. കാര്യം നിങ്ങൾ ഇത്ര നേരം ഞാൻ മാത്രം നിന്നാൽ പോരല്ലോ, നിങ്ങളെ കൂടി ശാലം പണിഷ്മെൻറ്റ് വേണ്ടേ. സ്റ്റാൻഡ് അപ്പ് ആൻഡ് കം ഹിയർ. ഞാൻ തമാശ പറഞ്ഞല്ല, ഇങ്ങോട്ട് വരാനാണ് പറഞ്ഞു. അയ്യോ, നിങ്ങളാരും കട്ടല അല്ലെ കസേര ഇരുന്ന പിന്നെ എഴുതക്കത്തില്ലേ? പ്ലീസ് കം. ഇല്ലില്ല, ഇവിടെ യു ഹാവ് ടു കം ഹിയർ. ഓ യെസ്, ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് ഇപ്പം സാരമില്ല. ഇവിടെ 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 എൻ്റെ മുമ്പ് വരും. ഞാൻ പറഞ്ഞില്ല, ഞാൻ കുളിച്ചാ 2 ദിവസം ആയാലും കുളിച്ചിട്ടുള്ള കുഴപ്പമില്ല. ഇങ്ങനെ വരും. കം കം. വയ്യാത്ത വേണ്ട വരണമെന്ന് താല്പര്യമില്ലാത്തവർ വേണ്ട കാര്യമില്ല. യു കം. Okay, I'm going to put some statements on the screen. If you agree with the statement, you will all go there. If you disagree with the statement, you go here. And you can stand anywhere in between, depending on the degree of agreement or disagreement. If you have nothing to say, you stand in the middle. മനസ്സിലായല്ലോ പറഞ്ഞേ? Agree, disagree. Okay, ഞാൻ ഉദാഹരണം പറയാം. കൊച്ചി ലോകത്തിലേക്ക് ഏറ്റവും നല്ലൊരു പട്ടണമാണ്. Agree, disagree. Can you move? Quickly, quickly. You have to move. നടക്കണം, എന്നല്ലേ ഒക്കത്തുള്ളൂ. Disagree. അയ്യോ, ഇതിങ്ങനെ ചുമ്മാ വെട്ടിക്കുത്തിയ 10 പോലെ നിന്നാൽ എങ്ങനെ നോക്കുന്നു? നടന്നേ. കൊച്ചി ലോകത്തിലേക്ക് നല്ലൊരു പഠനമാണ്. എനിക്കറിയാം നിങ്ങളാരും ഇത് പള്ളിയിൽ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നാളെ താഴെയാക്കാമെന്ന്. ഓ താങ്ക് യു, ദാറ്റ് വിൽ ബി ഗ്രേറ്റ്. പക്ഷേ ഇനി അധികം സമയമുണ്ടോ? ഇപ്പം ഞാൻ പറയാണ്, ഒരു ഉദാഹരണം പറഞ്ഞാൽ, സണ്ണി ഫിലിപ്പ് ഈസ് ദ നൈസസ്റ്റ് മാൻ ഐ ഹാവ് എവർ സീൻ. You will all go to the agree side, right? No? Okay, all right. So the first one coming up.
Parents are never unreasonable. Agree, disagree. Parents are never unreasonable. Come on, quickly. Parents are never unreasonable. Agree, disagree. So if you agree with the statement, you go there. If you disagree, go there. You can stand anywhere in between. Come. നടുക്ക് നിൽക്കാൻ തീരുമാനിച്ചില്ല. കൊയറിന് അങ്ങനെ ഒരു ദോഷമുണ്ട്. കൊയറുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങത്തില്ല. അവരെപ്പോഴും ആ നോട്ട് അത് പറഞ്ഞുകൊണ്ടിരിക്കും. Otherwise they will be out of tune. The next one. If given proper training, children will do what is right. Agree or disagree? If given proper training, children will do what is right. Agree, disagree, anywhere in between. ഒരു ചെറിയ എക്സസൈസ് വരണ്ടേ? A man will punish his wife because she has given him a good reason to do so. A man will punish എന്ന് പറഞ്ഞാൽ ഭർത്താവ് ഭാര്യയെ അടിച്ചാൽ അതിന് എന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അടിക്കല്ലെന്നാണ് പറയുന്നത്. Agree, disagree. I can see that all women are going to my left. ചില പുരുഷന്മാർ പേടിച്ച് ഡിസഗ്രിയിലോട്ട് പോകുന്നുണ്ട്. അത് ഞാൻ മനസ്സിലാക്കി. ഒന്ന് നോക്കിയേച്ചാ, ഭാര്യ ഒന്ന് നോക്കിയേച്ചാ പോകുന്നത്. Men are usually only violent to their family when they are drunk. They don't really mean to hurt another person. The drink makes them do it. Agree or disagree? Disagree, is it? Okay. Sex before marriage is okay. Agree, disagree? Sex before marriage is okay. Agree, disagree? എന്താ മനസ്സ് മാറ്റി ഇതിൻ്റെ ഇടയ്ക്ക്? I didn't see, okay. If you don't see it, is okay. Women in abusive marriages should not try to get a divorce because it is much better for everyone if the family stays together, especially for the children. In other words, you may have very bad marriage, but you should not get a divorce. Agree, disagree? Don't get a divorce. ഇത് agree, അത് disagree. വലിയ മാറ്റമൊന്നും വരുന്നില്ല. Domestic violence is a family matter. Don't bring it up in public. അത് പ്രൈവറ്റ് ആണ്. Agree, disagree? എന്തോ അതുകൊണ്ട് ഓടി അങ്ങോട്ട് പോകുന്നുണ്ട്. People can bring shame to their family if they report domestic violence to police. Agree, disagree? I think there is a lot of disagreement with these things. You can sit down. Go back and sit down. You can go to your seats. But remember, come forward. Don't go back. We got another 45, 50 minutes. And I am not showing you all this because I don't want to confuse you too much. Oh, I went too far. This was a tricky question. Is there water on Mars? Yes, there is water on Mars, isn't it? Yeah, I think marriage is a bit like that. It depends who is asking the question. What are relationships? The picture you have there is a Greek myth. Greek mythology le Pygmalion എന്ന് പറയുന്നതായിട്ടുള്ള ഒരു രാജകുമാരനുണ്ടായിരുന്നു. ഈ രാജകുമാരൻ, you familiar with Pygmalion? Can you tell us? Where is the mic? മലയാളത്തിൽ പറഞ്ഞാലും മതി. ഒരു ശില്പിയായിരുന്നു പിഗ്മേലിയൻ. അദ്ദേഹം ഒരു ശില്പം ഉണ്ടാക്കി, ആ ശില്പവുമായിട്ടൊരു അഗാധമായ പ്രണയത്തിലേക്ക് വന്നു. ആ ശില്പം ഒടുവിൽ ജീവൻ പ്രാപിച്ചു. ആ ശില്പം ഒടുവിൽ ജീവൻ പ്രാപിച്ചു എന്നുള്ളതാണ്. He fell in love with so much with that statue that it became lively.
Thank you. That was lovely. Anup. John. You can speak to GB afterwards. He will find you a place for some training work. Oh, ശരി. Pygmalion was a sculptor, a Greek prince as well, and he made a beautiful statue. ആ സ്റ്റാച്യുവിനെ അദ്ദേഹം ഗലാറ്റിയ എന്ന പേര് കൊടുത്തു. ഗലാറ്റിയ. പക്ഷേ ഈ സ്റ്റാച്യുവിനുണ്ടായി കഴിഞ്ഞപ്പം he couldn't take his eyes off her because she was so beautiful. So he fell in love with her. എന്നിട്ട് he prayed to goddess Aphrodite, the goddess of romance and love, and that is where the word aphrodisiac comes from. Aphrodite. And gods and goddesses are very nice people. So they answered Pygmalion's prayer. And she came to life. As soon as she came to life, Pygmalion was even more so in love with her. And they married each other and lived probably not so happily. We don't know how they lived, but they were married. The question I want to ask is, who did Pygmalion marry? Pygmalion ആരെയാണ് കല്യാണം കഴിച്ചത്? Himself. And why did you say that? Because he was admiring his own skill, capability. So he got love, he fell in love with himself. That's what I think. Thank you. Yeah, thank you. Anybody else? Who did Pygmalion marry? He was നിർബന്ധമില്ല എന്നാലും His own creation. He married his own creation. And വളരെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് ഞാൻ പറയുന്നത് പറഞ്ഞത് ചുമ്മാ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ മതി, നേരായിരിക്കണമെന്നില്ല, സത്യമാകണം നിർബന്ധമേ ഇല്ല. I also thought creation, or maybe the imagination, what he imagined. So we got three words. One, imagination, his creation, himself. Want to say something? You can say something if you want. No. Who do you think he married? No. You want to say? Okay. And I think I will start with from here. Pygmalion married his idea of a woman, the ideal woman. ഇച്ചിരി കഴിയുമ്പോൾ ഞാൻ സിനിമയിൽ അഭിനയിക്കണമെന്ന് വല്ലതും പറയുമോ? Pygmalion married his idea of a woman, not the woman who he thought the woman should be. ജീവിതത്തിൽ ഇതാണ് നടക്കുന്നത് യഥാർത്ഥത്തിൽ. We do not marry a man or a woman. We marry our idea of a woman or man. As long as Galatia remains as a statue, there is no problem. പക്ഷെ വേറൊരു ദോഷം വെച്ചാൽ കല്യാണം കഴിച്ച് കഴിയുമ്പം പ്രശ്നമാണ്. കാര്യം Galatia comes to life and Galatia has her own life. From there onwards, Pygmalion's imaginations don't work. His sculpturing doesn't work. He's changed. ഒരിക്കൽ ഒരു വധുവും വരനും കല്യാണം കഴിച്ചതിൻ്റെ പിറ്റേ ദിവസം രാവിലെ ഈ വധു എന്ന് പറയുന്ന സ്ത്രീയല്ലയോ, ഭാര്യ ഉണർന്നപ്പോൾ ഭർത്താവുണ്ട് ഒരു കപ്പ് ചായ ഒരു സോസർ വെച്ച് ഇങ്ങനെ അവിടെ നിൽക്കുന്നു. ഇവർക്കങ്ങ് ഭയങ്കര അതിശയം. കാര്യം പുള്ളിക്കാരത്തെ അങ്ങ് ഒരു സംഭവം എക്സ്പെക്റ്റ് ചെയ്തിട്ടേ ഇല്ല. വീട്ടിൽ അങ്ങനെ വല്ലതും നടക്കുമോ? ഞാൻ എൻ്റെ അച്ചായൻ മരിച്ചിട്ട് ഒത്തിരി നാളായി. അപ്പം മരിച്ചതിൻ്റെ 2 ദിവസം കഴിഞ്ഞ് ഞാനിവിടെ ഇല്ലായിരുന്നു. എൻ്റെ ഭാര്യ, ഞങ്ങൾ വലിയ ഉള്ളപ്പോഴാണ്, ഭാര്യ വീട്ടിലുണ്ടായിരുന്നു കല്ലുപ്പാറ. അപ്പം
അമ്മച്ചിയോട് മലയാളത്തിൽ ചോദിച്ചു, അമ്മച്ചി അപ്പച്ചൻ ചത്തിട്ട് അമ്മച്ചിക്ക് എന്താ പ്രയാസമെന്ന് ചോദിച്ചു. ഉടനെ അമ്മച്ചി പറഞ്ഞത്, രാവിലെ എടി കാപ്പി എന്ന് പറയാനിപ്പോൾ ആരുമില്ല, അതാണ് അമ്മച്ചിക്ക് ഏറ്റവും വലിയ പ്രയാസം. മറ്റേ എല്ലാ ദിവസവും രാവിലെ എഴുതേക്കെന്ന് പറഞ്ഞാൽ എടി കാപ്പി. അപ്പം ഈ ഭർത്താവ് ആ ദിവസം അപ്പോൾ ഈ ഭാര്യയ്ക്ക് ഭയങ്കര സന്തോഷമായിപ്പോയി. അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സംഭവം. അപ്പം അയ്യോ, യു ഡിഡ്ന്റ് ഹാവ് ടു ഡു ദിസ്, I would like to have done it for you. He said, that is okay. I just wanted to show you how I like my coffee from tomorrow onwards. So I didn't want to have any misunderstanding about this. So that was the reason why he did it. So I think it is so important to understand that our expectations are going to be shattered. There is no point in pretending that our expectations are fulfilled. Disappointments are proportionate to expectations. It is very simple. Higher your expectation, higher disappointments. I am not saying we should not have expectations, but be prepared to be disappointed. And that living with disappointments is also an important part of life. So, what are relationships? I'll give you a couple of minutes to write down your thoughts on what is a relationship in your idea. Pygmalion. Be a Pygmalion and imagine what is a relationship for you. Okay, what are relationships? കടലാസും പെൻസിലും ഇല്ലെങ്കിൽ വേറെ ആരുടെയും പുറത്ത് എഴുതിയാലും മതി. പുറയിരിക്കുന്നവരും മുമ്പിലിരിക്കുന്നവരും ഷർട്ടിൽ എഴുതിയാലും കുഴപ്പമില്ല. Okay, so write down your thoughts on what are relationships. ഞാൻ എഴുതാത്തവരോട് ആദ്യം ചോദിക്കുന്നത്, അതുകൊണ്ട് എഴുതാതിരിക്കുന്നതുകൊണ്ട് രക്ഷപ്പെടുമെന്ന് വിചാരിക്കില്ല. That's very good. നോക്കിക്കോട്ടെ, ഞാൻ ആരോടും പറയത്തില്ല. കയ്യെ വല്ല എഴുതിയിട്ടുണ്ടോ? ഒന്നുമില്ല. So, any thoughts? What are relationships? Anyone? Would you like to? That's very good. Companionship, okay. And then sharing, giving and taking. Sharing, okay. Very good. Sharing of warmth, love, ideas. Thank you. Very good. Sharing, companionship. എഴുതിയിട്ടുണ്ടോ? If there is love, there can be relationship. If there is love, there can be relationship. And if you contribute to some common cause, there can be relationship. Fantastic. Contributing to a common cause has a relationship. Now that I need to write down. That's a new one for me. Sharing, loving and giving. Sharing, and loving and adjusting along with love. Yes, thank you. I think I'm going to ask, ഈ contributing to a common cause ഒരു ശകലം കൂടെ ഒന്ന് പറയാം, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. A group of people coming together to do something good for the society or for in the family, and they'll be sharing many ideas and putting thoughts, and that can build up a relationship between that group. That's what I feel. That's brilliant, brilliant, absolutely brilliant. Thank you. Anybody else? It doesn't have to be as brilliant as that. എഴുതിയില്ലെന്ന് ഞാൻ കണ്ടു, എന്നാലും വല്ലതും പറയാനുണ്ടോ? I would say concerned caring. Concerned caring, okay. And a common intent. Mm-hmm. Common intent. Brilliant. Thank you. Thank you. ആ മുഖത്ത് നോക്കിയിട്ട് ഏതാണ്ട് പറയാനുള്ള പോലെ തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്.
എനിക്ക് ഈ മോഹം കാണുമ്പോൾ അറിയാം. Knowing each other. Say it again. Knowing each other. Knowing each other. ഒരു ശകലം കൂടെ ഒന്ന് പറയാം അതേപ്പറ്റി. വാട്ട് ഡസ് ഇറ്റ് മീൻ നോയിങ് ഈച്ച് അതർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ശകലം കൂടെ ഒന്ന് എക്സ്പാൻഡ് ചെയ്തു. Knowing each other, one's concerns. Okay. Thank you. It's lovely. അതൊന്ന് പറഞ്ഞ അവർ എന്നോട് പറഞ്ഞിട്ട് പറയാനൊന്നുമില്ല. The liberty to be yourself. Liberty to be. That's very interesting. That's a freedom. Freedom. Yeah. And freedom of expression. Freedom for everything. To be yourself. To be yourself. Okay. No, that's good. Thank you. ഞാൻ പറഞ്ഞ ഈ 3000 വർഷത്തെ ജീവിത പരിചയം ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ ചുമ്മാതെ പറഞ്ഞതല്ല. അപ്പോൾ എന്നോ See, there is so much here. GB, I'm hoping that you are writing down notes. I want it afterwards. This session is going to be much better when we do it next time. Good relationships take time. Bad relationships takes a lot of time. That's all. It's just time is the essence of relationships. You put in, you get out what you put in. And you invest time, you get good relationships. You know the story of Jacob. I'm talking Abraham, Isaac, Jacob. കഥ ചരിത്രം എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. Think of the relationship in this family. Then I want you to turn around. 3 people or 4 people, I want you to answer the question, what was wrong with this family? There was something's wrong with this family. What was wrong with this family? Okay? So first, I give you a couple of minutes to think about relationships in this family. So you have relationship between husband and wife, parents and children, among children and so on, neighbors, whoever else. Father-in-law, mother-in-law, there are sheep, goats, whatever, so even the animals, there was a bit of manipulation going on. So just think about it and talk about what was wrong with this family. Okay? So I'll give you, how long do you want? About 5 minutes? Maximum 5 minutes. Okay, make it 4 minutes and 52 seconds then. Okay, 4 minutes and 52 seconds. Please turn around and form a group. If you want to get up and sit on another chair, it is okay. നിങ്ങൾ പിന്മാറ്റത്തിലാന്ന് തോന്നുന്നില്ല ഇവിടെ. പിന്മാറ്റത്തിലാണെന്ന് ഞാൻ ചോദിക്കാൻ. How do I do it?
ഇപ്പോൾ വേദോസം വായിക്കാൻ തുടങ്ങി. So the question is, what was wrong with this family? So Jacob's relationship with his parents. What do you think of his relationship with his parents? Parentsinte പേര് ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? Isaac and Rebecca. Okay. So what was his relationship? Any idea? Did you have a little talk on that? There was partiality or discrimination shown. Father liked Esau, but mother liked Jacob. So the discrimination started from parents itself. So that's an unhealthy relationship. Why do we discriminate? Any thoughts? Why do we discriminate? Anyone? No? Jacob was obedient to his parents, but Esau was not like that. He was disobedient and had relationship with other females in the other community. Okay. So the mother did not enjoy that. My question is more generic. Why do anyone discriminate? Discriminate ചെയ്യാനുള്ള കാരണം എന്താ? Comparison. Why do we discriminate people? ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ, why do we discriminate anyone? എല്ലാവരും ആഗ്രഹിക്കുന്നത് നല്ല രീതിയിൽ പോകണമെന്ന്. ഒരാൾക്ക് മറ്റൊരാളിൽ നിന്നും കഴിവ് കുറവാണെങ്കിൽ അവിടെ ഒരു ഡിസ്ക്രിമിനേഷൻ വരും. Thank you. Think of people you discriminate against. Why do you do it? It's interesting. Power gain. ചാലങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തില്ല. അതിനകത്ത് I can unpack it. എനിക്ക് വലിയവനാകണമെന്നുള്ള ഒരു ചിന്ത. എന്നെക്കാട്ടി വലിയവരാരും ആകാൻ പാടില്ല. അവിടാണ് ആ ഡിസ്ക്രിമിനേഷൻ വരുന്നത്. Thank you. Discrimination has a lot to do with insecurity. A massive amount to do with insecurity. If I am secure within myself, I will not generally discriminate against another person. I don't have a problem accepting others. യോഹന്നാൻ്റെ സുവിശേഷം 13 അധ്യായത്തിലാണ് കർത്താവ് കാല് കഴുകുന്ന പറഞ്ഞിരിക്കുന്നത്. അവിടെ പറഞ്ഞ ഇൻട്രൊഡക്ഷൻ ഈസ് ബ്യൂട്ടിഫുൾ. He knew who he was, where he came from, and where he was going. Knowing that, he got up from the table, took off his robe, put on a towel, and washed their feet. So, what stops me, what helps me, what prevents me from discriminating against another person is knowing who I am and whose I am. What are my connections? Who do I belong to?
It's beautiful how John says this, evangelist John, Apostle John says this, knowing these things, where he came from and where he was going. See, that tremendous confidence of the relationship with the Father was the reason why he was prepared to wash his disciples' feet. So, self-assurance is something very, very important. And I have a feeling that these parents didn't have that. Second is his relationship with his brother, Jacob and Esau. Any thoughts? There was competition between them, which created again a sense of unhealthy relationship. Competition between themselves, because one was a good hunter, while the other one was he was a generalist. Okay, generalist, not a specialist. Anybody else? യാക്കോബ് ഒരു ഉപായിയായിരുന്നു. എപ്പോഴും മുന്നോട്ട് പോകാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു. ജ്യേഷ്ഠാവകാശത്തെ പറ്റി അവർ തമ്മിൽ ഭയങ്കര ജ്യേഷ്ഠാവകാശം അന്നത്തെ കാലത്ത് എബ്രായരുടെ ഇടയിൽ നിലനിന്നിരുന്നു. ആദ്യത്തെ പറ്റി ഉപായത്തെ പറ്റി എന്നുള്ളത് പറഞ്ഞു. യാക്കോബ് ഉപായിയായിരുന്നു. Why are people ubais? മനുഷ്യർ എന്തുകൊണ്ടാണ് ഉപായികളാകുന്നത്? അഡ്വാൻസ് ആയിട്ട് പോകാൻ വേണ്ടി ഉപായിയാകാൻ ആഗ്രഹിക്കും. മുന്നോട്ട് കുറച്ചൊക്കെ ചിന്തിക്കാൻ വേണ്ടി, മുന്നോട്ടുള്ള പ്രോസ്പെറിറ്റിക്ക് വേണ്ടി ചെയ്യാറുണ്ട്. ഞാൻ നേരെ ചൊവ്വേ പോകാൻ എനിക്ക് വയ്യാത്തത് കൊണ്ടാണ് ഉപായിയാകുന്നത്. അച്ഛൻ പറയായിരുന്നു, ഇതിൻ്റെ ഉത്തരവായിരുന്നു. അച്ഛൻ പറ, ഒന്നുമില്ല, ഈ കൊച്ചച്ഛനാണ് പറഞ്ഞു, ഒന്ന് പറഞ്ഞു. അത് തന്നെയാണ് പറഞ്ഞത്. He was a trickster. Jacob was a trickster throughout his life. Why is he like that? What makes a person crooked? What makes? Yeah. Many reasons are there. Give one. His life experiences maybe. Okay, good. Situations to overcome that experiences. Yes. So he is using such defense mechanism to overcome that. So the kind of defense mechanism that he used to overcome some situation was, I thought it's a trickster. He was a trickster. Very good. Why would I want to defend myself? Why would I want to defend myself? It's an existential question. Yeah, but why? Because I feel threatened. Do you understand what I'm saying? See, if I'm not feeling threatened, then I don't have to defend myself. See, I'm not standing here defending myself because I don't think anybody is going to attack me. So most times, only a person who is afraid of being attacked, afraid or threatened, will defend. ഇപ്പം ഞാൻ ഡൽഹിയിലൊരു മെഡിക്കൽ ഗ്രൂപ്പിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവരെല്ലാം ക്രിസ്ത്യൻ ഗ്രൂപ്പാണ്. 110 പേരുണ്ടായിരുന്നു. അവരുടെ നിങ്ങളിൽ ഹൗ മെനി ഓഫ് യു വിൽ ചീറ്റ് എന്നുള്ളായിരുന്നു ക്വസ്റ്റ്യൻ. ഹൗ മെനി ഓഫ് യു വിൽ ചീറ്റ് ഇൻ ആൻ എക്സാമിനേഷനോ എനിവേ. ഇവർ നല്ല ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസ് ആയിരുന്നുകൊണ്ട് ഒറ്റ ഒരാൾ മാത്രമേ പറഞ്ഞുള്ളൂ ചീറ്റ് ചെയ്യുമെന്ന്. മറ്റവരെല്ലാവരും പറഞ്ഞു ചീറ്റ് ചെയ്യുന്നു. 109 പേര് പറഞ്ഞില്ലെന്ന് പറഞ്ഞു. ഞാനപ്പോൾ അതിൻ്റെ അകത്ത് I increased the difficulty a little bit. And each time, the number of people who will cheat increased. So finally, the equation was, there are only 5 postgraduate places. There are 5,000 people applying, and 98% of those people are going to cheat. If they don't cheat, you will get in, but because they are cheating, you won't get in. Will you cheat? 2 പേര് പറഞ്ഞില്ലെന്ന് പറഞ്ഞു. ബാക്കിയുള്ളവരെല്ലാം പറഞ്ഞ് ചീറ്റ് ചെയ്യുന്നു. സോ ഇറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ ഓഫ് ഹൗ മച്ച് ഇറ്റ് അഫക്ട്സ് മീ ആൻഡ് ഹൗ മച്ച് ഡു ഐ വാണ്ട് ഇറ്റ്. നേരെ പോയാൽ നടക്കാത്തത് കൊണ്ടാണ് വി ടേക്ക് ഷോർട്ട് കട്ട്സ്. ഐ ഡോണ്ട് ഹാവ് എ പ്രോബ്ലം വിത്ത് ഷോർട്ട് കട്ട്സ്.
But what I am concerned about is if you do not know the right way, you will think that the shortcut is the right way. That is a dangerous thing. We all take shortcuts. But if we don't know what is the right way, we will be in big trouble. When I used to train bank staff, I used to tell them, this is how it should be done. Because this is what the methods manual says. Every procedure in the bank is in the methods manual. And there are volumes and volumes of this on every branch shelf. You are going to take shortcuts. And you are going to make mistakes. But when you do, go to the methods manual, because that is the correct way. But if there is no methods manual, you are going to think that what you are doing is right. God has given us a methods manual. I think almost all our homes have probably half a dozen of this in different translations, different versions, and so on. It tells us how we should live. But we are going to take shortcuts. But when we do, and when we get into trouble, we have to get back to the methods manual. Otherwise, we will be in big trouble. Because we don't know our way. If shortcut is the only way that you know, then you will never know why you are wrong. This book tells us why we are wrong. It cannot stop us from doing the wrong thing. But it can tell us what is wrong. Cain murdered his brother. There is a beautiful conversation between Cain and God. ദൈവം കൈനോട് ചോദിക്കുന്നത്, നിന്റെ മുഖം എന്നാ ഇങ്ങനെ വളിച്ച എൻ്റെ ട്രാൻസ്ലേഷനാണ്, വളിച്ചിരിക്കുന്നു ചോദിച്ചു, അല്ലെ വിഷാദിച്ചിരിക്കുന്നു ചോദിച്ചു. ഉടനെ കൈൻ പറഞ്ഞത്, probably none of your business. He says, if you do well, will you not be accepted? See, that is the instruction. If you do well, will you not be accepted? And then God says to him, sin is crouching at your door. The imagery is that of a lion crouching ready to pounce. Sin is crouching at your door. Its desire is for you. You may not like it, but it likes you. Sin likes you. In എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, the sins that cling so closely എന്നൊരു വാക്കുണ്ട്. Lay aside every weight and every sin that clings so closely. These are the sins that we do not like, but they like us. It doesn't matter how many times we get rid of it. When you turn around, they are right there, next to us. Sin is crouching at your door. Its desire is for you. You must master it. God does not stop Cain from murdering his brother, but he tells him how he can not do it. I will tell you how you can be accepted, but I am not going to stop you from doing the wrong thing. We have to go to methods manual when we take shortcut. Why do I take shortcut? Because I am selfish. Why do I give bribe? I am selfish. I don't want to pay the price of not giving bribe. That is why. If I don't give bribe, then it has consequences, and I don't want to pay that consequence. So I give bribe. Taking shortcut is a sign of selfishness. And that is what we see here. His relationship with his brother was one of selfishness. There was no mutuality. There is no giving and taking. There was only taking. It was all beautifully planned. You know, it's very interesting. Out of the two brothers, God accepts Jacob as the inheritor of the promise. But the one who was godly was Esau. കാര്യം അത് നമ്മൾ അധ്യായങ്ങൾ വായിച്ചു വരുമ്പോൾ അവസാനം യാക്കോബും ഏശാവും കൂടെ മുഖാമുഖം കാണുന്നുണ്ട്. അന്നേരത്ത് ജേക്കബ് സമ്മതിക്കുന്നുണ്ട്, പറയുന്നുണ്ട്, when I see your face,
ഒന്ന് പറഞ്ഞേരേ, ഉറക്കെ പറഞ്ഞു. ഇവരെ ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കല്ല, അതുകൊണ്ടാണ് സാറിന് അല്ല. ദൈവത്തിൻ്റെ മുഖം കാണുന്നത് പോലെ ഞാൻ When I see, look at your face, I see the face of God. ജേക്കബ് ഏശാവിനോട് ഇത്രയും കഷ്ടപ്പെട്ട് ഇതെല്ലാം സമാഹരിച്ചിട്ടും അകം പൊള്ളയാ. This is what happened to Jacob. He was an empty man. And he finally admits to his brother, brother, when I see your face, I see the face of God. ദൈവത്തിൻ്റെ മുഖം എങ്ങനെയാണെന്നാ ജേക്കബ് അറിഞ്ഞേ? ആ വെളുപ്പാങ്കാലത്ത് യുദ്ധമായിരുന്നു രണ്ടുപേരും കൂടെ. ഓർക്കുന്നുണ്ടോ? ആ വെളുപ്പാങ്കാലത്ത് യാക്കോബും ദൈവദൂതനുമായിട്ട് ഭയങ്കര അടി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ ചോദിക്കുന്നുണ്ട്, വാട്ട് ഈസ് യുവർ നെയിം? വൈ ആർ യു ആസ്കിങ് മീ മൈ നെയിം? See, he saw God face to face. And the morning he says, you know what? When I look at you, I see the face of God. The people sometimes we may not like. The people we despise. The people we discriminate against. They may be the person who is going to teach us about God. We may learn more about God from these people than any other place we could. So don't write off people that you don't like. In our training, we have a saying that hurt people hurt others. But hurt people can also heal others. We speak of victims, survivors, overcomers, and healers. God's purpose is that we should be back in the community of healing, not just become survivors. That is not enough. As Christians, we are not meant to be just survivors. We are meant to be overcomers and back in the community of hurting people, becoming healers. As I look at this group of people sitting in front of me tonight, I'm looking at a group of people who are going to be empowered to get involved in the community, as you suggested, madam. Get in the community, a mutuality of sharing and learning from the wounded. Often we speak about ministry to the wounded, ministry to the hurting, ministry to the rejected. But I want to share with you tonight that this is the ministry of the wounded. It is a ministry of the hurting. It is the ministry of the despised. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യെശയ്യാപ്രവചനം 42 അധ്യായത്തിലെ the first servant song says, when the servant of the Lord comes, he will bind up the wounds. ചതഞ്ഞ ഓട, കൊയർ പാടാനിരിക്കുകയായിരുന്നു. ഈ പാടറിയാം, ചതഞ്ഞ ഓട ഓടിച്ചിടാത്തവനെ. നിങ്ങൾ കേട്ടിട്ടില്ലായിരിക്കും. നീക്ക് പുതിയ പാട്ടൊക്കെ ആയിരുന്നു, ഞങ്ങൾ പഴയ പാട്ടാണ്. ഈ പ്രയറ്റുകളിലെ കൺവെൻഷന് പാടുന്ന പാട്ടായിരുന്നു. അച്ഛൻ കേട്ടുണ്ടോ? അറിയാം, അച്ഛൻ പാടാം. ചതഞ്ഞ ഓട ഓടിച്ചിടത്തോ, സ്റ്റാർട്ടിങ് എങ്ങനെയായിരുന്നു വെച്ചാൽ പുകയും തിരിയെ കെടുത്തിടാത്തോ. കിട്ടുന്നുണ്ടോ? വേർഡ്സ് കിട്ടിയോ? ന്യായവിധി ജയത്തോളം നടത്തുന്നോൻ, ജാതികൾ പ്രത്യാശ വെച്ചിടുന്നു. രാത്രിയിൻ കാലങ്ങൾ തീർന്നിടാറായി, പകലേറ്റം നമുത്തിടാറായി. ചതഞ്ഞ ഓട ഓടിച്ചിടാത്തോ, പുകയും തിരിയെ കെടുത്തിടാത്തോ. ചതഞ്ഞ ഓട ഓടിച്ചിടാത്തോ, പുകയും തിരിയെ കെടുത്തിടാത്തോ. ന്യായവിധി ജയത്തോളം നടത്തുന്നു, ജാതികൾ പ്രത്യാശ വെച്ചിരുന്നു. ന്യായവിധി
വിജയത്തോളം നടത്തുന്നു, ജാതികൾ പ്രത്യാശ വെച്ചിടുന്നു. കാലങ്ങൾ തീർന്നിടാറായി പകലേറ്റം നമുക്കിഞ്ഞടുത്തിടാറായി. രാത്രിയൻ കാലങ്ങൾ തീർന്നിടാറായി പകലേറ്റം നമുക്കിഞ്ഞടുത്തിടാറായി. താങ്ക് യു വെരി മച്ച്. അക്ഷയപ്രകാരം 42 അതായത് പറയുന്നത് ചതഞ്ഞ ഓട, അതായത് ഈ ചതഞ്ഞിരിക്കുന്ന ഓട ഒടിച്ചു കളയുകയില്ല, പുകയുന്ന തിരി വെള്ളമൊഴിച്ച് കെടുത്തിക്കളയത്തില്ല. അതാണ് കർത്താവിൻ്റെ ദാസൻ വരുമ്പോൾ, ദ സെർവൻറ്റ് ഓഫ് ദ ലോഡ് വെൻ ഹി കംസ്, ദിസ് ഈസ് ഹിസ് മിഷൻ. ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ മിക്കവാറും ആൾക്കാർക്ക് ഈ ചതഞ്ഞ ഓടയുടെ അനുഭവം ഉള്ളവരാണ്, അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയാം. ഞാൻ ഈ ഒരു മിനിസ്ട്രി, പ്രത്യേകിച്ച് ഈ മിനിസ്ട്രിയിലോട്ട് വരാനുള്ള കാര്യവും എൻ്റെ ജീവിതത്തിലെ ചതഞ്ഞ ഓടയുടെ അനുഭവം കൊണ്ടാണ്. ഒരു 13 വർഷം മുമ്പ് I thought my marriage was going to finish. It was bad. It was really bad. ഒരൊറ്റ വ്യക്തികൾ പോലും സഹായിക്കാനില്ലായിരുന്നു. എൻ്റെ ഭാര്യയുടെ ഓട്ടത്തിനൊരു കോച്ച് ആയിട്ടുള്ളൊരു മനുഷ്യനുണ്ടായിരുന്നു. അങ്ങനെ ഒരു 72 വയസ്സുള്ളൊരു മനുഷ്യൻ, ക്രിസ്ത്യാനി പള്ളിപ്പോലും പോകാത്തൊരു മനുഷ്യനാണ് എന്നെ ആദ്യമായിട്ട് സഹായിച്ചത്. And that is when I realized the value of a friend. I said, we all need friend. These days, Jibi will tell you that we talk about a theme. It is called Everyone Deserves a Caring Friend. Everyone deserves a caring friend. And the church should provide it. If our churches are not providing it, we have something wrong within us. ചതഞ്ഞ ഓട ഒടിച്ചിടാത്തവൻ ഇന്ന് പുകയുന്ന ഒരു തിരിയായി മാറിയിരിക്കുകയാണ്. ഒരുപക്ഷെ 20 കൊല്ലം മുമ്പ് നല്ല കത്തിക്കൊണ്ടിരുന്നതായിട്ടുള്ളൊരു ജീവിതമായിരുന്നായിരിക്കും നമ്മുടേത്. ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു നോക്കുമ്പോൾ എൻ്റെ കർത്താവേ, ഇത് വെറും പുകയാണല്ലോ എന്ന് ചിന്തിക്കാം. പക്ഷേ വസ്തുതയിൽ പറഞ്ഞിരിക്കുന്നത് ഈ പുകയുന്ന തിരിയെ കെടുത്തുകയില്ല. അതിന് ഹോപ്പ്, ആശയും പ്രത്യാശയും കൊടുക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. A God of hope says, I will keep you alive. I will restore you. I won't break you. I know you are crushed. I know you're bruised. You are a bruised reed. പല കാരണങ്ങളാൽ. But I will restore you. യെശയ്യാ പ്രവാചനം 53-ാം അധ്യായത്തിൽ വരുമ്പോൾ, the third song, we read, He was bruised for our iniquities. Upon him was laid our burdens. By his stripes we are healed. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. The one who comes to bind up the bruised reed is the one who becomes the bruised reed. This is the ministry of the wounded healer. It is not the ministry to the wounded. It is a ministry of. The platform from which I do my mission is my woundedness, is my pain. It is still there, but that is my platform. This is how the Christian community, we have to identify with Christ and say, we belong to a wounded healer. We belong to the one who was crucified. By his stripes, we are healed. And by our own experiences of being wounded, betrayed, disappointed, what else and what not, we become God's agents of healing in our community. My prayer for you tonight is this, that this church, this group sitting here, don't look at your woundedness. See how God is going to use it to bring healing to other people. Your woundedness is the occasion, not the reason, the occasion for the healing of the community around us. Your disappointments is the occasion for the healing of the people around us. We are going to be agents of healing. And that's what we are. Thank you very much for the opportunity to speak to you tonight and be with you tonight. I'm looking forward to tomorrow evening. Achan, thank you very much and God bless you. God bless all of you.
എല്ലാവർക്കും കൊയറിനോട് ചേർന്നൊരു ഗാനം ആലപിക്കാം. ആ സമയത്ത് സ്തോത്ര കാഴ്ച അർപ്പിക്കുവാൻ ഒരുങ്ങി വന്നിട്ടുള്ളവർക്ക് സ്തോത്ര കാഴ്ച അർപ്പിക്കുകയും ചെയ്യാം. കൺവെൻഷൻ ഗീതങ്ങളിൽ 11-ാമത്തെ പാട്ട്. 11. സ്തുതിക്കാം എന്നന്തരംഗമേ അനുദിനവും അങ്ങയോടെ പാടിപ്പുകഴ്ത്താം. എന്നന്തരംഗമേ അനുദിനവും അങ്ങയോടെ പാടിപ്പുകഴ്ത്താം. സുരലോക സുഖം വെടിഞ്ഞു നിന്നെ തേടി വന്ന ഇടയൻ. സുരലോക സുഖം വെടിഞ്ഞു നിന്നെ തേടി വന്ന ഇടയൻ. തന്റെ ദേഹമെന്ന തിരശീല ചിന്തി തവ മോക്ഷമാർഗം തുറന്നു. തന്റെ ദേഹമെന്ന തിരശീല ചിന്തി തവ മോക്ഷമാർഗം തുറന്നു. ഉള്ളമേ സ്തുതിക്ക നീ പരനേ തൻ നന്മകൾക്കായി സ്തുതിക്കാം സ്തുതിക്കാം. എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താം. എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താം. പാപരോഗത്താൽ നീ വലഞ്ഞു എല്ലും ആശയില്ലാതരഞ്ഞു. പാപരോഗത്താൽ നീ വലഞ്ഞു എല്ലും ആശയില്ലാതരഞ്ഞു. പാലം കേടിടുമ്പോൾ അതിൽ നിന്റെ വ്യാധിയെല്ലാം വഹിച്ചു. പാലം കേടിടുമ്പോൾ തിരുമേനിയാൽ നിന്റെ വ്യാധിയെല്ലാം വഹിച്ചു. എന്നുള്ളമേ സ്തുതിക്ക നീ പരനേ തൻ നന്മകൾക്കായി സ്തുതിക്കാം സ്തുതിക്കാം. എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താം. എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താം. കുടുംബദിനത്തോട് ചേർന്നുള്ള ഒരു ധ്യാനമായിട്ടാണ് ഈ ദിവസങ്ങളിൽ നാം ചേർന്ന് വരുന്നത്. നമ്മളെല്ലാവരും ചിലപ്പോൾ നല്ലൊരു പ്രസംഗം കേൾക്കാനായിട്ടുള്ള മനസ്സോടുകൂടി ആയിരിക്കാം ഒരുങ്ങി വന്നത്. എന്നാൽ ഇതൊരു ഇൻട്രാക്റ്റീവ് സെഷനായിട്ടാണ് ഡോക്ടർ സണ്ണി ഫിലിപ്പ് നമുക്ക് ഈ ദിവസം നൽകിയത്. ധ്യാനവും പഠനവും ചിന്തകളുമെല്ലാം ചേർത്ത് വെച്ച ഒരു സെഷൻ. ഇന്നും നാളെയും അങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ഒരു ചിന്താധാര നമുക്ക് ലഭിച്ച ആലോചനകൾ നമ്മുടെ ജീവിത നിയോഗങ്ങൾ ജീവിത ബന്ധങ്ങളൊക്കെ കൂടുതൽ അന്വർത്ഥമാക്കി തീർക്കുവാൻ നമ്മെ സഹായിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഇന്നത്തെ ദിവസം പ്രാർത്ഥനയോടുകൂടി നിങ്ങളെല്ലാവരും ചേർന്ന് വന്നു. നാളെയും മറ്റന്നാളുമുള്ള സെഷൻസും ആ വിധത്തിൽ ദൈവനമ്പുരാൻ നമുക്ക് അനുഗ്രഹമാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്ന ഒരു സമയം കൂടെയാണ്. എങ്ങനെ അർത്ഥവത്തായി നമുക്ക് നമ്മുടെ വ്യക്തി ജീവിതങ്ങൾ, കുടുംബജീവിതങ്ങൾ, നമ്മുടെ നിയോഗങ്ങൾ ഈ കാലഘട്ടത്തിൽ നമുക്ക് അനുഗ്രഹമായി ഈ ലോകത്തിന് കർത്താവിന് ഹിതകരമായി നൽകുവാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിലൂടെ നാം മാത്രമല്ല, നാം ആയിരിക്കുന്ന ഇടങ്ങളും സമൂഹവും കുടുംബവും ദേശവും ഇടവകയും ഒക്കെ അനുഗ്രഹിക്കപ്പെടുവാനായിട്ടിടയായി തീരണം. ആ വിധത്തിലുള്ള ചിന്തകളാണല്ലോ, ധ്യാനമാണല്ലോ നമുക്ക് ഈ ദിവസങ്ങളിൽ ലഭിക്കുന്നത്. ഇന്ന് നമുക്ക് അനുഗ്രഹകരമായ ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയ
പ്രിയപ്പെട്ട സാറിനോട് ഞാനിപ്പോൾ നന്ദി പറയാനായിട്ട് നിൽക്കുകയല്ല, എന്നാൽ നമ്മെ ആ ഒരു ചിന്താധാരയിൽ കൊണ്ടുവരികയും നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രാർത്ഥനയോടുകൂടിയ ചിന്തകൾ നൽകുകയും ചെയ്ത സാറിനോടുള്ള നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് കൂടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ട ജിബിയോടുമുള്ള പ്രത്യേക സന്തോഷം അറിയിക്കുന്നു. ഇന്ന് ബഹുമാനപ്പെട്ട വർഗീസ് മീശോച്ചൻ്റെയും കൊച്ചമ്മയുടെയും സാന്നിധ്യം നമുക്ക് ലഭിക്കുന്നു. നിങ്ങളെല്ലാവരും ചേർന്ന് വന്നതിനുള്ള സന്തോഷം അറിയിക്കുന്നു. നാളെയും നമുക്ക് സന്ധ്യയെങ്കിൽ ഇതുപോലൊരു സെഷൻ ഉണ്ടാകും. ഞായറാഴ്ച ആരാധന മധ്യയും പ്രിയപ്പെട്ട സണ്ണി സാറ് നമുക്ക് ആവശ്യമായിട്ടുള്ള ദൂരം നൽകുകയും ചെയ്യും. എല്ലാവരോടുമുള്ള സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഫുട് പ്രിൻറ്റ്സ് ഇൻ വാട്ടർ എന്ന് പറയുന്ന സെർച്ചിങ് ഫോർ ഗോഡ് ഇൻ സഫറിങ്, സണ്ണി ഫിലിപ്പ് സാറിൻ്റെ ഒരു പുസ്തകം ഇവിടെ കുറച്ച് കോപ്പീസ് അവൈലബിൾ ആണ്. സാറ് പറഞ്ഞത് ഇത് കാശ് കൊടുത്ത് അല്ലെങ്കിൽ ഇത് സെയിലിന് വെക്കുകയല്ല, എന്നാൽ ഈ പുസ്തകം പ്രയോജനപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾക്ക് എടുത്ത് ഉപയോഗിക്കാം. നിങ്ങളുടെ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ അവിടെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്, അതിലിടാം. അവരുടെ മിനിസ്ട്രിക്ക് വേണ്ടി അത് പ്രയോജനപ്പെടുത്തും എന്നാണ് പറയുകയും ചെയ്തിരിക്കുന്നത്. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാളെയും സന്ധ്യയെങ്കിൽ 6 മണിക്ക് നാം ഈ ധ്യാനത്തിനായിട്ട് ഒത്തുചേരുന്നു. സാർ സജസ്റ്റ് ചെയ്യുന്ന താഴെ നമുക്ക് ബേസ്മെൻറ്റിൽ ആകുമ്പോൾ കുറച്ചുകൂടെ മൂവ് ചെയ്യാനായിട്ടൊക്കെയുള്ളൊരു സൗകര്യമുണ്ടല്ലോ എന്നാണ് സജസ്റ്റ് ചെയ്യുന്നത്. നാളെ നമുക്കത് ക്രമീകരിക്കാമെന്ന് വിചാരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാവരോടുമുള്ള സ്നേഹവും സന്തോഷവും ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. ശാന്തമായ രാത്രിയും നല്ല നിദ്രയും നേരുന്നു. ഇപ്പോൾ ബഹുമാനപ്പെട്ട വർഗീസ് മീശോച്ചൻ പ്രാർത്ഥിച്ച് ആശീർവാദം നൽകും. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. ദീർഘനാളുകൾക്ക് ശേഷം ഞങ്ങൾക്ക് ഇത്രയും പേർക്ക് ഒന്നിച്ച് ദൈവാലയത്തിൽ കൂടി ഞങ്ങളുടെ ജീവിതത്തെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ, വിലയിരുത്തുവാൻ, ഞങ്ങളുടെ ബന്ധങ്ങളുടെ ആഴം ദൈവസന്നിധിയിൽ മനസ്സിലാക്കുവാൻ, രുചിച്ചറിയുവാൻ അവിടുന്ന് തന്ന വിലയേറിയ അവസരത്തിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിച്ചവനായ ദൈവം നല്ല വിലയേറിയ ഒരു സന്ദർഭം കൂടെ ഒരുക്കിയതിനെ ഓർത്ത് സ്തോത്രം. ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ദൈവകൃപ നിറഞ്ഞ സ്വർഗരാജ്യത്തിൻ്റെ പതിപ്പായ കുടുംബജീവിതം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായി നയിപ്പാൻ ഞങ്ങളെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നതിനായി സ്തുതിക്കുന്നു. ഞങ്ങളുടെ അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം പ്രതിസന്ധികളുണ്ട്, പ്രയാസങ്ങളുണ്ട്. എന്നാൽ വേദനകളുടെയും പ്രതിസന്ധികളുടെയും മധ്യത്തിൽ മറ്റുള്ളവർക്ക് സൗഖ്യദായക അനുഭവമായി മാറുവാൻ തക്കവണ്ണം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഞങ്ങൾക്ക് ലഭിച്ചതായിട്ടുള്ള ദൂത് ഞങ്ങളുടെ തലമുറയ്ക്ക് അത് പങ്കിടുവാൻ ഇടയാകണമേ. ഇന്ന് വലിയ പ്രതിസന്ധികൾ ഞങ്ങളുടെ തലമുറ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കുടുംബജീവിതം തകർന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവവുമായിട്ടുള്ള ബന്ധം അത് അറ്റുപോയിരിക്കുന്നു. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കുടുംബജീവിതത്തിൻ്റെ ആഴവും അതിൻ്റെ പരപ്പും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ എത്രമാത്രമുണ്ട് എന്ന് മനസ്സിലാക്കുവാനും, ജീവിതത്തിലെ വേദനകൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ അറ്റുപോകുന്നതല്ല, പിന്നെയോ ഞങ്ങളുടെ ബന്ധങ്ങൾ ആഴത്തിലേക്ക് പോയി വേരുറച്ച് മുൻപോട്ട് പോകുന്ന ജീവിതമാകുന്നു എന്നുള്ളത് പ്രിയപ്പെട്ട ദാസനിൽ കൂടെ അവിടുന്ന് ലഭിച്ചത് ഞങ്ങളുടെ തലമുറയ്ക്ക് പങ്കിട്ട് നൽകുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നേതൃത്വം നൽകിയ പ്രിയപ്പെട്ടതിൻ്റെ ദാസനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കുടുംബമായി കഴിഞ്ഞ നാളുകളിൽ വിവിധ ഇടങ്ങളിൽ ശുശ്രൂഷ നിർവഹിപ്പാനും
അത് മറ്റുള്ളവർക്ക് പ്രയോജനകരമായി തീരുവാനും ഇടയായതോർത്ത് സ്തോത്രം. മുൻപോട്ടുള്ളതായ ശുശ്രൂഷകളെയും അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഇന്ന് ഇത്രയും പേർക്ക് കൂടി വരുവാൻ ദൈവം തന്ന ആയുസ്സിനായി സ്തോത്രം. തുറന്നുള്ള ദിവസങ്ങളിൽ കൂടിവരവ് അനുഗ്രഹകരമായി തീരണം. പ്രത്യേകിച്ച് ധാരാളം യൗവനക്കാർ വന്ന് ചേരത്തക്കവണ്ണം, കൂടുതലായി മനസ്സിലാകുവാൻ തക്കവണ്ണം, കൗൺസിലിംഗ് ആവശ്യമുള്ളവരൊക്കെ അത് നേടുവാൻ തക്കവണ്ണം പ്രിയപ്പെട്ട മകനിൽ കൂടെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നേതൃത്വം നൽകിയ പ്രിയപ്പെട്ടവർക്കായിട്ടെല്ലാം സ്തോത്രം. പ്രിയപ്പെട്ട അച്ഛന്മാരെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങൾ മടങ്ങിപ്പോകുന്നു. മടക്കയാത്രയിലും കൂടെ ഇരിക്കണം. ശാന്തമായ ദൈവകൃപയോടുകൂടെയുള്ള ഉറക്കവും വിശ്രമവും പകരണമേ. നാളെ രാവിലെ എഴുന്നേറ്റ് ജീവനുള്ള ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മുൻപോട്ട് പ്രവർത്തിപ്പാൻ ഞങ്ങളെല്ലാവരെയും അവിടുന്ന് ഒരുക്കണമേ. രോഗികൾക്ക് സൗഖ്യം നൽകണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമാകുന്ന ത്രിയേക ദൈവത്തിൻ്റെ കൃപകളും വാഴ്വുകളും അനുഗ്രഹങ്ങളും പ്രിയപ്പെട്ടവരെ നാം എല്ലാവരോടുകൂടെയും നാം കേട്ടതായിട്ടുള്ള വിലയേറിയ ദൂതിൻ്റെ അനുഭവങ്ങളോടുകൂടിയും തുറന്ന് നടത്തപ്പെടുന്നതായിട്ടുള്ള ക്ലാസ്സുകളുടെ അനുഗ്രഹത്തോടുകൂടിയും ഇപ്പോഴും ഇന്നും എന്നേക്കും പാർക്കുമാറാകട്ടെ. ആമീൻ. താങ്ക് യു. എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. പുസ്തകത്തിൻ്റെ കുറച്ച് കോപ്പികൾ പുറകിൽ വെച്ചിട്ടുണ്ട്. അത് പ്രയോജനപ്പെടുത്താമല്ലോ. താങ്ക് യു.